നിമിഷപ്രിയ എന്തെങ്കിലും തരത്തിലുള്ള മാപ്പ് അർഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പണിക്കരോട് ആരെങ്കിലും മാപ്പ് ചോദിച്ചായിരുന്നോ? നിമിഷപ്രിയോ ഇല്ല. ആരെങ്കിലും? പണിക്കരോട് ആരും മാപ്പ് ചോദിച്ചില്ല. പിന്നെ മണിക്കർ മാപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ കേസിൽ തികച്ചും അപ്രസക്തനാണ്, ഈ ഇടപാടിൽ അപ്രസക്തനാണ്. ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്, പണം കൊടുത്ത മനുഷ്യരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്, ഫോൺ വിളിക്കുന്നവരുണ്ട്. ഇപ്പൊ ഉസാദ് ചെയ്തിരിക്കുന്ന ഒരു ഒറ്റ കോള് മാത്രം മതിയായിരിക്കാം. അതുകൊണ്ട് ഒരു 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 വ്യക്തിയെ കൊല്ലുന്നതിന് മാറ്റി നിർത്താൻ പറ്റിയില്ലേ? അല്പസമയത്ത് നീക്കി നിർത്താൻ പറ്റിയില്ലേ? നാളെ ഇതിന്റെ എന്തായി തീരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പുരോഗമിച്ച സമൂഹത്തെ അംഗീകരിക്കുക, പുരോഗമിച്ച നീതിബോധം അത് മനസ്സിലായില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇത്തരം കാര്യങ്ങളെങ്കിലും മിനിമം ചെയ്തുകൊണ്ട് അവരെ യമനിൽ ശരീഅത്ത് നിയമമാണല്ലോ, യമനിൽ ശരീഅത്ത് നിയമമാണ്. ആ ശരീഅത്ത് നിയമത്തെ വിശ്വസിക്കുന്ന തലാലിന്റെ കുടുംബത്തോടാണല്ലോ ഈ മാപ്പൊക്കെ ചോദിക്കുന്നത്. കാരണം അവരാ നിയമവ്യവസ്ഥയിലല്ലേ വിശ്വസിക്കുന്നത്. അപ്പൊ അവര് ചിലപ്പോ സമ്മതിക്കാതിരിക്കുമായിരിക്കും. അതെ, എന്തായാലും അവിടെ വിശ്വസിക്കുന്നില്ല. അതെ, ഈ ശരീഅത്ത് നിയമത്തെ ഇതിനു മുൻപുള്ള ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടുന്ന വിഭാഗക്കാർ ആരും ഇന്നുവരെ അംഗീകരിച്ചവരല്ല. അദ്ദേഹമാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പലയിടത്തും അദ്ദേഹം പറഞ്ഞത് അവിടെ ഡ്യൂ പ്രോസസ് നടന്നു. നമുക്കെന്തറിയാം അവിടുത്തെ ഡ്യൂ പ്രോസസ് എന്താണെന്ന് നമുക്കെന്തറിയാം? കോടതിയിൽ എങ്ങനെയാണ് വ്യവഹാരം നടക്കുന്നതെന്നറിയാം. പണിക്കരുടെ വീഡിയോയിൽ വളരെ രസകരമായി തോന്നിയത് ഈ ഇരട്ടത്താപ്പാണ്. ഈ ഇപ്പോ അതായത് അവിടെ കൃത്യമായി കുറ്റവിചാരണ നടന്നു, അവിടെ പോയി ട്രാൻസ്ലേറ്റർ കൊടുത്തു. അദ്ദേഹം പറയുന്നു അവിടെ ട്രാൻസ്ലേറ്റർ കൊടുത്തു. ട്രാൻസ്ലേറ്റർ കൊടുക്കുന്ന കോടതിയാണ്. ഇതുമായി അനുഭവം, ഒരു വ്യക്തിപരമായ അനുഭവം ഞാൻ പറയാം. ഞാൻ ഒരിക്കലും ഒരു അത് കോടതിയിലല്ല, കോടതിയിൽ എനിക്ക് ട്രാൻസ്ലേറ്റർ പോകാൻ പറ്റും. ഇതിനു മുമ്പ് ജോലി ചെയ്ത രാജ്യത്ത് ഞാൻ ഒരിക്കൽ ട്രാൻസ്ലേറ്റർ ആയി പോയിരുന്നു. അത് ഇന്ററോഗേഷൻ ടൈമിലാണ്. കാരണം ഇന്ററോഗേഷൻ ടൈമിൽ നമുക്ക് പോകാൻ ശരിക്കും പറ്റില്ല. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ ഖുറാനിൽ പിടിച്ച് സത്യം ചെയ്യണം. എനിക്ക് ഖുറാനിൽ പിടിച്ച് സത്യം ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല. അപ്പോൾ അതായത് ഇവിടെ പോലീസ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ചോദിക്കുള്ളൂ എന്നും അവർ പറയുന്നത് മാത്രമേ തിരിച്ചു പറയുള്ളൂ എന്ന് അവർക്ക് ഉറപ്പുവരുത്തണം. അപ്പൊ അതിന് കയ്യിൽ നിന്നും വിടാൻ പാടില്ല. അപ്പൊ അത് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ആയി പോകുന്നുള്ള. അപ്പൊ അങ്ങനെ ഒരിക്കലും എനിക്ക് പോകാനുണ്ടായ അനുഭവത്തിൽ നിന്ന് വെച്ച് പറയാണ്, ഇതിന് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ധാരണകളെല്ലാം അമ്പേ തെറ്റാണ്. നമ്മൾ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ചെയ്തു. അതിൽ പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഞാൻ എന്റെ കൂടുതൽ വിശദാംശങ്ങളിലോട്ട് പോകുന്നില്ല. അദ്ദേഹം ഒരു നിരപരാധിയായിരുന്നു. അത് 20 ദിവസത്തോളം അദ്ദേഹം ഒരു കൊലപാതക കുറ്റത്തിലായിരുന്നു പിടിക്കപ്പെട്ടിരുന്നത്. അപ്പൊ 20 ദിവസമായിട്ട് അദ്ദേഹം കുറ്റം സമ്മതിക്കുന്നില്ല. കുറ്റം സമ്മതിക്കുന്ന സാഹചര്യ തെളിവുകളും കിട്ടുന്നില്ല. പക്ഷെ ചില സംശയങ്ങൾ പോലീസിനുണ്ട്. കാരണം ആ രാജ്യത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ അത് ഈ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം വധശിക്ഷയാണ്. അതുകൊണ്ട് ലളിതമായൊരു കാര്യമല്ല, ചുമ്മാ ഇറക്കി വിടാൻ പറ്റില്ല. 100% അവർക്ക് ബോധ്യം ചെയ്തതിനു ശേഷം മാത്രമേ നിരപരാധി ഇറക്കി വിടാൻ പറ്റത്തുള്ളൂ. കുറ്റം സമ്മതിക്കാനുള്ള തെളിവ് കിട്ടുന്നില്ല. അങ്ങനെ ഒന്നും. ഇപ്പൊ എന്റെ സ്പോൺസർ വളരെ സീനിയർ ആയ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. ഞങ്ങൾ വളരെ സൗഹൃദം, വിവാഹത്തിന്റെ നാട്ടിൽ വരികയും 2-3 പ്രാവശ്യം എന്റെ നാട്ടിൽ വന്നിട്ടുണ്ട്, വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ സാധാ പോലീസുകാരനാണ്. ഇതെന്ന് പറഞ്ഞാൽ വേറൊരു തരം പോലീസാണ് ഈ കൊലപാതക കുറ്റങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. മുംബാഗസ് ജനയ എന്ന് പറയും, നമ്മുടെ ഒരു തരം രഹസ്യ പോലീസ് പോലെ. അപ്പോ അവര് ഈ ഇന്ററോഗേഷൻ നടത്തുന്ന ആളും എന്റെ സ്പോൺസറുമായ ബന്ധുക്കളാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ കാണുകയും ചില വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാൻ ഇരിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു താല്പര്യപ്രകാരം എന്നാൽ ഒരു ദിവസം ട്രാൻസ്ലേറ്ററായി ഈ ചോദ്യം ചെയ്യുന്നതിന് കോടതിയിൽ നമുക്ക് ഒരിക്കലും അപ്പീർ ചെയ്യാൻ പറ്റില്ല. കാരണം കോടതിയാണ് ട്രാൻസ്ലേറ്റർ വയ്ക്കുന്നത്, പോകാൻ പറ്റില്ല. മലയാളിയായിരുന്നു. അതുകൊണ്ടല്ലേ എന്നെ കൊണ്ടുവന്നത്. അങ്ങനെ അത് വളരെ ഹൃദയഭേദമായ ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നത് രാത്രി 2 മണി കഴിഞ്ഞാൽ. 2 മണി കഴിയുമ്പോഴത്തേനും അത് മണ്ണിനടിയിലാണ് ആ റൂം. അപ്പൊ നമ്മളിങ്ങനെ നടത്തി മണ്ണിനടിയിൽ കൊണ്ടുപോയി വളരെ പ്രാകൃതമായ ഒരു സെല്ലിനകത്ത് ഞാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന്റെ കാല് രണ്ടും തമ്മിൽ ഒരു തടി കൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ചങ്ങലയിൽ കെട്ടി മുകളിലോട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ചങ്ങല താഴെ ഇറക്കി തടിയിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തെ ഒരു കസേരയിൽ ഇരുത്തി അദ്ദേഹത്തെ അടിക്കുന്നത് നമ്മുടെ ഈ ഗ്യാസ് ഇല്ലേ, നാട്ടിലത്തെ ഗ്യാസും അടുപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫ്ലെക്സിബിൾ ഹോസ് ഇല്ലേ, മനസ്സിലായോ? അത് വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ മർദ്ദിക്കുന്ന കുറ്റസമ്മതം ചെയ്യുന്ന സമ്മതത്തിന്. അതെല്ലാം മൂലയിൽ കിടപ്പുണ്ട്. അപ്പൊ എന്നോട് ഇവർ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, ഇവർ ചോദിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പറയുക, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് സംസാരിക്കാൻ അനുവാദമില്ല. വളരെ പ്രതീക്ഷയോടുകൂടി ഈ ചങ്ങാതി എന്നെ നോക്കുന്നു. എനിക്കറിയാവുന്ന ആളുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ട് ഒരുപക്ഷെ ഇത് കാണാൻ സാധ്യതയുള്ളതുകൊണ്ടും ഞാൻ അതിന് കൂടുതൽ വിശദാംശം, പക്ഷെ വളരെ ഹൃദയഭേദമായ ഒരു സംഭവമായിരുന്നു. പിന്നീട് 3 മാസത്തിന് ശേഷം അദ്ദേഹത്തെ വെറുതെ വിട്ടു കേട്ടോ. അദ്ദേഹം കുറ്റവാളിയല്ലെന്ന് ബോധ്യപ്പെടുകയും തെളിവൊന്നും ലഭിക്കാതെ വരികയും യഥാർത്ഥ കുറ്റവാളി പിടികിട്ടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ വെറുതെ വിടുകയും, വെറുതെ വിടുത്തത് പോലും
ഇദ്ദേഹത്തെ മാസങ്ങളോളം കൊണ്ടുവന്ന് സാധാ ജയിലിൽ പാർപ്പിച്ച് ശരീരത്തെ പാടുകളെല്ലാം ഉണങ്ങി കൃത്യമായ ആഹാരം കൊടുത്ത് അങ്ങനെ പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്ത് മെന്റലി ഇദ്ദേഹത്തെ പുറത്തിറങ്ങിയ ട്രോമയിൽ നിന്നൊക്കെ പുറത്തിറങ്ങി സൗഹൃദമായ കുറെ പേര് ഇടപെട്ട് അങ്ങനെ നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ടാണ് ഇദ്ദേഹത്തെ പിന്നെ പുറത്തു വിടുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അപ്പൊ ഈ നമുക്ക് അറിഞ്ഞുകൂടാത്ത രാജ്യങ്ങൾ, അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ രീതികൾ, അതിനെയൊക്കെ നമ്മൾ കേരളത്തിന്റെ ഒരു പശ്ചാത്തലം ഇരുന്നുണ്ട്. ഈവൻ നോർത്ത് ഇന്ത്യയിൽ പോലും പോലീസുകാർ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമ്മൾ പല വീഡിയോകളും കാണാറുണ്ട്. അപ്പൊ നമ്മുടെ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് ഒരു പ്രതിയെ കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുക, അവർ കടന്നുപോയ സാഹചര്യം, അവർ നടന്നു പോകുന്ന ഇന്ററോഗേഷൻ, ഈ ഇന്ററോഗേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്ക് ലഭ്യമല്ല. കോടതിയിൽ വിദേശിക്ക് പ്രവേശനവുമില്ല. ക്ലോസ്ഡ് ഡോർ കോർട്ടാണ് അവിടുത്തേത്. പക്ഷെ ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവിടെ ഓപ്പൺ ഡോർ കോർട്ടാണ് നിയമപരമായി യമനിലേത്. പക്ഷേ ഹൂത്തി കോർട്ടുകൾ ക്ലോസ്ഡ് ഡോർ ആണ്, അവിടെ പ്രവേശനമില്ല. വിദേശിക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല. അങ്ങനെയുള്ള നിയന്ത്രണങ്ങളുള്ള സ്ഥലത്ത് നിന്ന് കിട്ടിയ പരിമിതമായ വിവരം. നീതിബോധം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആണ്. നീതിബോധം യൂണിവേഴ്സൽ ആണ് എന്ന് ശ്രീജിത്ത് പണിക്കർ പറയുന്നു. തെറ്റാണത്. നീതിബോധം യൂണിവേഴ്സൽ അല്ല. ഇപ്പോ പല രാജ്യങ്ങളിലും മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഇല്ലേ, MTP എന്ന് പറയുന്നത് നിയമപരമായി ശരിയാണ്. എന്നാൽ ചില രാജ്യങ്ങളിൽ ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും ദോഷം വരുമെന്ന് വന്നാലോ, ഈ കുട്ടിക്ക് കാര്യമായ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോലും അബോർഷൻ 100% തെറ്റെന്ന് വിചാരിക്കും ചില രാജ്യങ്ങളുണ്ട്. അവിടുത്തെ നീതിബോധം മറ്റൊന്നാണ്. ചില വളരെ നിസ്സാരമായിട്ട് പറഞ്ഞ ബീഫ് കഴിക്കുന്നത് തെറ്റാണെന്ന് ഒരു നീതിബോധമുള്ള കുറെ കൂട്ടം മനുഷ്യരുണ്ട്, നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട്. അതേസമയം നീ ബീഫ് കഴിക്കുന്ന ഒരു പ്രശ്നമൊന്നുമില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അറേഞ്ച്ഡ് മാരേജിനെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ജീവിതത്തിൽ വധശിക്ഷ, നോർവേയിൽ വധശിക്ഷ വിധിക്കുന്നത് അങ്ങനെ ഒരാൾ ആവശ്യപ്പെടുന്നത് പോലും അവരുടെ നീതിബോധത്തിന് അപ്പുറത്താണ്. അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. ഏറ്റവും കൊടും കുറ്റവാളികൾക്ക് പോലും 21 വർഷത്തിൽ കൂടുതൽ നോർവേയിൽ ശിക്ഷിക്കാൻ പാടില്ല. അങ്ങനെ 10-17 രാജ്യങ്ങളുണ്ട് ഈ വധശിക്ഷ എന്ന് പറയുന്നത് ഏറ്റവും കൊടും കുറ്റവാളിക്ക് പോലും കൊടുക്കാത്ത. അവിടെ നീതിബോധം വേറെന്നാണ്. നീതിബോധം യൂണിവേഴ്സൽ അല്ല. നമ്മുടെ കുടുംബം, പാരമ്പര്യം, നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യം, സംസ്കാരം, ഇതിനനുസരിച്ച് മാറി മാറി വരുന്നതാണ് നീതിബോധം. യൂണിവേഴ്സൽ ആയ നീതിബോധമില്ല. യമനിലുള്ള മനുഷ്യരുടെ നീതിബോധമല്ല ഇന്ത്യയിലുള്ളത്, അതല്ല നേപ്പാളിലുള്ളത്, അതല്ല ശ്രീലങ്കയിലുള്ളത്. അതുകൊണ്ട് നീതിബോധം യൂണിവേഴ്സൽ ആണെന്ന് അദ്ദേഹം പറയുന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടാണ്. നീതിബോധം യൂണിവേഴ്സൽ അല്ല. യൂണിവേഴ്സൽ അല്ലല്ലോ. ഇപ്പൊ അവിടെ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, കൊലയ്ക്ക് പകരം കൊല എന്നുള്ള രീതിയിലല്ലേ നീതിബോധം നടപ്പാക്കുന്നേ. നമ്മൾ അത് അല്ലാത്തത് കൊണ്ടല്ലേ നമ്മൾ വധശിക്ഷയെന്ന് ഒഴിവാക്കി തരണം എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം നീതിബോധം യൂണിവേഴ്സൽ ആണെന്ന് പറയുന്നത് നമ്മുടെ നീതിബോധത്തിൽ അവിടുത്തെ സർക്കാരുകളും ഗവൺമെന്റുകളും വരണമെന്നും അതുകൊണ്ട് അവർ തെറ്റാണെന്നും പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് തെറ്റാണ്. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് ജീവിച്ച രാജ്യത്ത് ചില പ്രത്യേക കുറ്റകൃത്യങ്ങൾക്ക് പരസ്യമായി സൂക്കിൽ കൊണ്ടുവന്ന് മാർക്കറ്റിൽ കൊണ്ടുവന്നാണ് വധശിക്ഷ നടപ്പാക്കുന്നത്. നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പബ്ലിക്കലി ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ നീതിബോധത്തിന് നിരക്കുന്നതല്ല. എന്നാൽ അത് സർക്കാരിനും ജനങ്ങൾക്കും അത് കാണാൻ ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ വന്നു കൂടും. അവർക്കെല്ലാം അത് അക്സെപ്റ്റബിൾ ആണ്. അപ്പൊ നീതിബോധം യൂണിവേഴ്സൽ ആണെന്ന് പറയുന്ന ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ച് നീതിബോധത്തെ കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ്. നീതിബോധം യൂണിവേഴ്സൽ അല്ല. നിങ്ങൾ വളർന്നു വന്ന കുടുംബം അനുസരിച്ച്, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ച്, മതം അനുസരിച്ച്, അങ്ങനെ പല ഘടകങ്ങൾ അനുസരിച്ച് ആണ് നീതിബോധം ഉണ്ടാകുന്നത്. അല്ല യൂണിവേഴ്സൽ നീതിബോധം എന്ന് പറഞ്ഞിട്ട് നീതിബോധമൊന്നുമില്ല. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നാസികൾ. ഇപ്പൊ ഹിറ്റ്ലർ വിചാരിച്ചിരുന്നത് ഈ അൺഫിറ്റായ മനുഷ്യരെ കൊല്ലുന്നത് ശരിയാണെന്നും അവരെ എക്സ്റ്റെർമിനേറ്റ് ചെയ്യണമെന്നും അവരില്ലാതെ വന്നാൽ നല്ലൊരു ലോകം ഉണ്ടാകുമെന്നായിരുന്നു. അല്ലാതെ ഞാനെന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യാണെന്ന് വിചാരിച്ചല്ല ഹിറ്റ്ലർ. ഫുള്ളി കൺവിൻസ്ഡ് ആയിരുന്നു ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണ്, ഈ മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടായിക്കൂടാ, നോർഡിക് മനുഷ്യരാണ് ഈ ഭൂമി മൊത്തം വാഴേണ്ടത്. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ജയിലുകളില്ലാത്ത, പോലീസ് ഇല്ലാത്ത, രോഗമില്ലാത്ത, ആശുപത്രികളില്ലാത്ത ഒരു ലോകം ഇവിടെ ഉണ്ടാകും എന്നുള്ളൊരു നീതിബോധമായിരുന്നു ഹിറ്റ്ലർക്കുള്ളത്. അതെന്ത് നീതിബോധമാണ്? നമുക്കത് അംഗീകരിക്കാൻ പറ്റുമോ? യൂണിവേഴ്സലാണോ നീതിബോധം? ഇപ്പൊ ഇസ്രയേൽ ഇത്രയും മനുഷ്യരെ കൊന്നുകൊണ്ടേയിരിക്കുന്നു. അവർ പാലസ്തീനെ അധിനിവേശം ചെയ്യുന്നു. 20,000 കുഞ്ഞുങ്ങളെ കൊണ്ടതിന് ശേഷം ഇസ്രയേലിന്റെ IDF-കാരോ ഇസ്രയേലുള്ള പലരുടെയും ഇന്റർവ്യൂ കാണുന്നുണ്ടല്ലോ, ഇന്റർനെറ്റ് കാണുന്നുണ്ടല്ലോ, അവർക്ക് തെറ്റായിട്ടേ തോന്നുന്നില്ല. നിർഭാഗ്യവശാൽ ചില മലയാളി സയനിസ്റ്റുകൾക്കും തോന്നുന്നില്ല. പക്ഷേ ലോകത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും തോന്നുന്നു ഇപ്പോൾ ചെയ്യുന്നത് വംശഹത്യയാണ്. അത് അവരുടെ നീതിബോധം നിരക്കുന്നതല്ല. അതേസമയം മറ്റൊരു രാജ്യത്ത്, ഒരു ചെറിയ രാജ്യത്ത് ചെറിയ ഒരു കൂട്ടം മനുഷ്യർ അവരുടെ നീതിബോധം എന്ന് പറഞ്ഞാൽ നമ്മുടേതല്ല. അപ്പൊ നീതിബോധം ഇദ്ദേഹം പറയുന്നത് സെൻസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന യൂണിവേഴ്സൽ അല്ല. അത് ആ കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം പറയുന്നത്. നമ്മുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിക്കൂടായിരുന്നു, അങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു തെറ്റിദ്ധാരണയാണ് എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. 2020 ഓഗസ്റ്റ് മാസം 27-ാം തീയതി മനോരമ ഓൺലൈൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു അഭിമുഖമുണ്ട്. ഈ അഭിമുഖം യമനിലെ സനായിലുള്ള ഒരു ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടേതാണ്. ആ അഭിമുഖം എങ്ങനെയാണ് മനോരമ സാധ്യമാക്കിയെടുത്തത് എന്നെനിക്കറിയില്ല. ഇതിൽ ശ്രീജിത്ത് പണിക്കർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മനോരമയ്ക്ക് ഇന്റർവ്യൂ എങ്ങനെ ലഭ്യമായി എന്ന് എനിക്ക് അറിയില്ല. ഇത് നമുക്കും അറിയില്ല.
പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം, ഡെത്ത് റോയിൽ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് പുറത്തു നിന്ന് ഒരു ഇന്റർവ്യൂ എടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സാധ്യമല്ല. നമ്മുടെ നാട്ടിലാണെങ്കിലും അല്പം കൂടി മെച്ചപ്പെട്ട നിയമ സംഹിത ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. നമ്മുടെ നാട്ടിൽ പോലും ഇനി ഡെത്ത് റോയിലല്ല സാധാരണ കിടക്കുന്ന ഒരു വ്യക്തിയെയും ഫോൺ വിളിക്കുന്നതിന് വളരെ നിയന്ത്രണങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് കത്തുകൾ എഴുതാം. നമ്മുടെ നാട്ടിൽ സാധാരണ കുറ്റവാളിക്ക് ഒരു മാസം 6 കത്തുകൾ എഴുതാം. എത്ര കത്തുകൾ വേണേൽ സ്വീകരിക്കാം, 6 കത്തുകൾ എഴുതാം. ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ സംസാരിക്കാം, ഫോണിൽ 5 മിനിറ്റ് വരെ സംസാരിക്കും. ഇങ്ങനെ നമുക്ക് കൃത്യമായി ഇതിൽ എഴുതപ്പെട്ട നിയമമുണ്ട്. അപ്പോ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എങ്ങനെ നടന്നു, അത്രയും സമയം അവർ അനുവദിക്കുമോ? അതും ഡെത്ത് റോയിൽ കിടക്കുന്ന ഒരാളാകുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇന്റർവ്യൂ ലഭ്യമാകുന്നത് അദ്ദേഹത്തിന് അറിയില്ല, നമുക്കും അറിയില്ല, ഇതിന്റെ സത്യാവസ്ഥകളൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, ഒരു കാര്യം കൃത്യമായി പറയാം, ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യ ഉൾപ്പെടെ ഒരു കുറ്റവാളി ജയിലിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ ആ ഫോൺ എല്ലാ ഫോണുകളും റെക്കോർഡറാണ്. എഴുതുന്ന കത്തുകൾ മുഴുവൻ സെൻസേർഡ് ആണ്. അങ്ങോട്ട് വരുന്ന കത്തുകളും അവർക്ക് പൊട്ടിച്ചു വായിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. അതായത് അധികാരികൾ അറിയാതെ ഒരു ഇന്റർവ്യൂ നടക്കുകയോ ഒരു കാര്യം പുറത്തു വിടുകയോ ചെയ്യരുത്. ഇന്ത്യയിൽ പോലും ഒരു നിയമം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ശരിയായ രാജ്യങ്ങളിലെ ഒരു നിയമം എന്ന് പറയുന്നത് കേസ് സംബന്ധമായ കാര്യം പുറത്തൊരാളുമായി ചർച്ച ചെയ്യരുത് എന്നാണ്. ഇവർ സംസാരിക്കുന്ന മുഴുവൻ കേസ് സംബന്ധമായ കാര്യമാണ്. അപ്പൊ അത് അവിടുത്തെ നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പിന്നീട് നമുക്കും അറിയില്ല എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ അധികാരികൾ റെക്കോർഡ് ചെയ്യാതെ അധികാരികൾ അറിയാതെ അത്രയും നീണ്ട ഒരു ഓഡിയോ അവർക്ക് പറഞ്ഞ് സംസാരിക്കാന്ന് പറയാൻ അത്ര എളുപ്പമല്ല. ഇനി അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് സെൻസേർഡ് ആണ്, അത് റെക്കോർഡറാണ്, അത് കേസിനെ സംബന്ധിച്ചാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഞാൻ അതിന് ഒരു മറ്റൊരു ഉദാഹരണം പറയാം. ഒരു പക്ഷേ സുനിത കേട്ടിട്ടുണ്ടാവും, നോർത്ത് കൊറിയയിൽ ഒട്ടോ വാമ്പയർ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ ജയിലിലായിരുന്നു. അദ്ദേഹം സന്ദർശനത്തിന് പോയപ്പോ ആ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന ആ രാജ്യത്തിന്റെ ഏതോ ഒരു ഫോട്ടോഗ്രാഫ് ഹോട്ടൽ വെച്ച് എടുത്തു എന്നുള്ളതായിരുന്നു കുറ്റം. എന്തായാലും അതിനുശേഷം ഇദ്ദേഹത്തെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അമേരിക്കൻ ഭരണകൂടം വളരെ സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും ഇദ്ദേഹത്തിന്റെ ഇപ്പോഴും ഇന്റർനെറ്റിലുണ്ട്, യൂട്യൂബിലുണ്ട്, ഇദ്ദേഹത്തിന്റെ ഒരു കുറ്റസമ്മതമുണ്ട്. ആ കുറ്റസമ്മതത്തിൽ 2 പേർ ഇദ്ദേഹത്തെ കൊണ്ടുവന്നൊരു കസേരയിലെടുത്തു. ഇദ്ദേഹം പറയുന്നത് വീഡിയോയിലെടുത്ത് അത് ലോകം മുഴുവൻ നോർത്ത് കൊറിയ പ്രചരിപ്പിച്ചു. അതിങ്ങനെയാണ്, ഞാൻ കുറ്റം ചെയ്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് 2 പോലീസുകാരുടെ അപ്പുറയും ഇപ്പുറയും നിന്നുകൊണ്ട് ആണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം കരഞ്ഞോണ്ടാ പറയുന്നത്, കയ്യിൽ വിലങ്ങുണ്ട്. I entirely beg you, people and government of the DPR Korea, for your forgiveness. Please, I have made the worst mistake of my life, but please. ഇത്തരത്തിൽ ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തി പറയുന്നത് എഴുതി കൊടുത്തതാണോ നമുക്കറിയില്ല. ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തിയുടെ ഇന്റർവ്യൂ മാത്രമാണ് നമ്മൾ നിഗമനങ്ങളിൽ എത്തുന്നതിന്റെ ആധാരമെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന കേസിനെ കുറിച്ചാണ്, കേസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ലെന്നുണ്ട്. അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങൾ ആധാരപ്പെടുത്തിക്കൊണ്ട് മാത്രം നമ്മളൊരു നിഗമനത്തിൽ എത്തുമ്പോൾ അത് എത്ര കണ്ട് ശരിയാണ്. ഇത് ഇന്റർവ്യൂ എങ്ങനെ നടന്നു നമുക്കറിയില്ല, ഇന്റർവ്യൂ എങ്ങനെ നടന്നു എന്ന് പണിക്കർക്കും അറിയില്ല എന്ന് പണിക്കർ പറയുന്നു, നമുക്ക് എന്തായാലും അറിയില്ല. അപ്പൊ ഇതിന്റെ ജെന്യൂനിറ്റിയെ കുറിച്ച് സംശയമുണ്ട്. അത് സെൻസേർഡ് ആണെങ്കിൽ അത് എഴുതി കൊടുത്തത് ആരാണ്, അത് എന്തിനു വേണ്ടിയാണ് അത് പറഞ്ഞത്, ഇത്യാദി കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് വ്യക്തതയില്ല. അപ്പൊ നമ്മൾ അതിനെ ആശ്രയിക്കുന്നതിനകത്ത് ഒരു 50% സാധ്യത ഇത് സത്യമാകാനും സത്യമല്ലാതിരിക്കാനുമുണ്ട്. അതിന് ഉപരി ഒരു 50% സാധ്യതയെങ്കിലും എഴുതി കൊടുക്കുകയും പറഞ്ഞു പറയിപ്പിച്ചാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ വെച്ച് മാത്രമാണ് തുടർന്ന് വരുന്ന പണിക്കരുടെ വീഡിയോയിലെ മുഴുവൻ അസംഷൻസ് ഇതെങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതിന് നാളെ ഒരു കാലത്ത് നിമിഷപ്രിയ പുറത്തു വരുമ്പോഴായിരിക്കും നമുക്ക് അവരെ തന്നെ പുറത്തു വന്നാൽ അവരിൽ തന്നെ നമുക്ക് ചോദിച്ചറിയാനേ പറ്റത്തുള്ളൂ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്തത്, ഇത് നിങ്ങളുടെ മാത്രം അഭിപ്രായമായിരുന്നോ, അതോ നിങ്ങൾ മറ്റാർക്കോ വേണ്ടി സംസാരിച്ചതാണോ, നിങ്ങൾക്ക് എഴുതി തന്നെ നിങ്ങൾ പറയുവാണോ ചെയ്തത് എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. സാധാരണഗതിയിൽ ഡെത്ത് റോയിൽ കിടക്കുന്ന ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വരിക എന്ന് പറയാൻ, സ്വതന്ത്രമായി പുറത്തു വരിക എന്ന് പറയാൻ സാധ്യമല്ല, ഇന്ത്യയിൽ പോലും സാധ്യമല്ല. അതാണ് നമ്മുടെ പോയിന്റ്. അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞില്ലെന്നല്ല നമ്മൾ പറയുന്നത്, ഈ പറഞ്ഞതെല്ലാം അസത്യമാണെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് സത്യമാണെന്ന് ഉറപ്പിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരു വഴിയുമില്ല. അത് ശ്രീ പണിക്കർ സമ്മതിക്കുന്നുണ്ട്. വീഡിയോ എങ്ങനെ വന്നു എന്നറിയില്ല, ഈ ഓഡിയോ എങ്ങനെ വന്നു എന്നറിയില്ല, ഈ ഓഡിയോയുടെ സത്യാവസ്ഥയും നമുക്കറിയില്ല. ഇത് എത്രത്തോളം സെൻസർ ചെയ്താണ്, അത് ആരെഴുതി കൊടുത്താണ്, സ്വമേധയാ പറഞ്ഞതാണോ, ഇത് തന്നെയാണോ സത്യം, അതോ കോടതി വ്യവഹാരങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണോ എന്നിത്യാദി കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ സജിയുടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോ എനിക്കോ സജിക്കോ യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് നിമിഷപ്രിയ, നമുക്ക് ഇവരെ അറിയുകയേ ഇല്ല. അങ്ങനെ ഒരാളുടെ പുറത്തു വന്ന ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റിനെ ന്യായീകരിക്കാൻ സജീനെ പ്രേരിപ്പിക്കുന്നത് എന്താ? ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല, പക്ഷെ ഞാൻ ഇതിനെ സംശയ ദൃഷ്ടിയോടെയാണ് കാണുന്നത്. കാരണം അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരിക സാധ്യമല്ല. സാധാരണഗതിയിൽ ഇന്ത്യയിൽ നിന്ന് സാധ്യമല്ല, യമനിൽ നിന്ന് സാധ്യമല്ല. അങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരാൾ, അവർക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അനുവാദമില്ല. ഇനി സ്മഗിൾ ചെയ്ത് മൊബൈൽ അകത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞാലും അത്രയും ദീർഘമായ ഒരു ക്ലിപ്പ് പുറത്തു വരുന്നതിന് സ്വദേശികളായ ആരെങ്കിലും സഹായിക്കണം, അല്ല അത് സാധ്യമല്ല.
അത് പിന്നീട് അന്വേഷണ വിധേയമായി കഴിഞ്ഞാൽ ആ സ്വദേശികൾക്കും അവിടെ കടുത്ത ശിക്ഷ കിട്ടും. നമ്മുടെ നാട്ടിൽ ഒരു കുറ്റവാളിക്ക് ഒരു മൊബൈൽ കൊണ്ടു കൊടുത്ത് അവർ പുറത്തോട്ട് വിളിച്ചു എന്ന് കൃത്യമായി അതെല്ലാം ട്രേസ് ചെയ്യാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. അവർ ശിക്ഷിക്കപ്പെടും. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നു. രണ്ട്, ഇവർ പറഞ്ഞ കാര്യം ഈ അവിടെ നിന്ന് വരുന്ന എല്ലാ കത്തുകളും അകത്തോട്ട് പോകുന്ന കത്തുകൾ പോലും സെൻസർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർ പറഞ്ഞത് അവിടുത്തെ ജയിൽ അധികൃതർ അറിയാതെയാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കാൻ ന്യായമില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം. അതുകൊണ്ട് അവർ പറഞ്ഞത് അവർ ഇപ്പൊ ഞാൻ ഓട്ടോ വമ്പയറിന്റെ കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ കുറ്റം ചെയ്തിരിക്കുന്ന എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് സ്വമേധയെ പറഞ്ഞതല്ല, അദ്ദേഹത്തോട് പറയിപ്പിച്ചതാണ്. അത് ലോകം മുഴുവൻ കേൾപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം തെറ്റ് ചെയ്തു എന്നും അതുകൊണ്ടാണ് ഞങ്ങൾ ശിക്ഷിക്കുന്നത്. നോർത്ത് കൊറിയയ്ക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാമ്പയറെ കൊണ്ട് അത് പറയിപ്പിച്ചത്. അതിപ്പോഴും ഇതിൽ കിടപ്പുണ്ട്. അതിനുശേഷം വാമ്പയറിന്റെ ചരിത്രം ഒരുപക്ഷെ സുരേഷ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇദ്ദേഹത്തിന് മരുന്ന് കുത്തിവെച്ച് അവിടുന്ന് കയറ്റി വിടുകയും അമേരിക്കയിൽ വന്ന് മണിക്കൂറുകൾ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു. അദ്ദേഹം കൊല്ലപ്പെട്ടു. അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയില്ല. കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ കുറ്റസമ്മതം എന്ന് പറയുന്നത് പല ജയിലുകളിലും പല കാര്യങ്ങളോട് കുറ്റസമ്മതം എന്ന് പറയുന്നത് ഇത്തരം ഓഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നതും നിയന്ത്രിതമായ സംരക്ഷിതമായ ഒരു സാഹചര്യത്തിലാണ്. ഫ്രീലി ഉള്ള ടോക്ക് അല്ലാതെ ജയിലിൽ കിടക്കുന്ന ഒരാളാണ്. അപ്പൊ ആ പറയുന്ന പ്രസ്താവനയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. പക്ഷെ പിന്നീട് അത് പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ പിന്നീട് ശ്രീജിത്ത് പണിക്കർ നടത്തിയിരിക്കുന്ന എല്ലാ നിഗമനങ്ങളും ഈ പ്രസ്താവനയുടെ ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. വാസ്തവം എന്തെന്ന് അറിയാത്ത ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലെത്തിയ നിഗമനങ്ങളാണത്. ആ നിഗമനങ്ങൾക്ക് അകത്തുള്ള കുഴപ്പം മാത്രമല്ല, വസ്തുതാപരമായി അത് ശരിയാണെന്നുള്ളത് ഉറപ്പില്ല എന്നുള്ളതുമാണ്. ഇവരുടെ പാസ്പോർട്ട് അകാരണമായി തലാൽ മെഹദി കൈവശം വെച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ ചെന്നപ്പോൾ എന്തുകൊണ്ട് നിമിഷപ്രിയ ആ സത്യം പറഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇവിടെ ശ്രീധർ പണിക്കർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പാസ്പോർട്ട് ഇദ്ദേഹത്തെ കൊല്ലപ്പെട്ട വ്യക്തി കയ്യിൽ വെച്ചിരിക്കുന്നു, നഷ്ടപ്പെട്ടു എന്ന് ഇന്ത്യൻ എംബസിയിൽ പോയി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് എന്നാണ് ശ്രീധർ പണിക്കർ ചോദിക്കുന്നത്. ശ്രീധർ പണിക്കർ ഏതെങ്കിലും ഇത്തരം രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കഴിഞ്ഞ 29 കൊല്ലമായി ഇത്തരം രാജ്യങ്ങളിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഒരു പാസ്പോർട്ട് ഒരു എംപ്ലോയർ അല്ലെങ്കിൽ സ്പോൺസർ കൈവശം വെക്കുന്നത് എങ്ങനെയാണെന്ന്, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം എങ്ങനെയാണ് നിഷേധിക്കപ്പെടുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ധാരണയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്റെ കൂടെ ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയിട്ടുള്ള എന്റെ ഒരു സ്നേഹിതനുണ്ട്. ഞങ്ങൾ കോളേജ് കാലം തൊട്ട് ഒരുമിച്ച് പഠിച്ച ഒരു സ്നേഹിതൻ. ആ സ്നേഹിതൻ ഞങ്ങൾ ഒരുമിച്ച് യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ജോബിന് പഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കൊണ്ടുപോയി കമ്പനി സറണ്ടർ ചെയ്യാന്നുള്ളതാണ്. അതേസമയം ഈ രാജ്യത്ത് ഞാനിപ്പോൾ സംസാരിക്കുന്ന രാജ്യത്തെ നിയമം എംപ്ലോയറോ സ്പോൺസറോ പാസ്പോർട്ട് കൈവശം വെക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്ന് ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിലും ഇവിടുത്തെ പത്രങ്ങളിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഒരു കുറ്റമാണ്, നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിലിരിക്കണം. അതാണ് ഇവിടുത്തെ നിയമം. എന്നാലും ഇദ്ദേഹം വളരെ സീനിയർ പൊസിഷനുള്ള ഒരാളാണ്, ഒരു സീനിയർ മാനേജറാണ് ഇദ്ദേഹം. എങ്കിലും ഇദ്ദേഹം വിദേശ യാത്ര കഴിഞ്ഞ് വന്നാൽ ആദ്യം ചെയ്യുന്ന കമ്പനി കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു യാത്രാരേഖ കൈവശം വെക്കുക എന്നുള്ളത്, ഒരു വിദേശ തൊഴിലാളിയുടെ യാത്രാരേഖ പാസ്പോർട്ട് ഉൾപ്പെടുന്ന യാത്രാരേഖ കൈവശം വെക്കുക എന്നുള്ളത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILOയുടെ റെഗുലേഷൻ ആണ്. ഈ ILOയിൽ മെമ്പറാണ് 1962 തൊട്ട് യമൻ. അപ്പൊ ആ രാജ്യത്ത് പാസ്പോർട്ട് കൈവശം വെക്കുന്നതിന് ഇപ്പൊ ഞാൻ നിൽക്കുന്ന രാജ്യത്ത് എങ്ങനെ കൈവശം വെക്കുന്ന അറിയാമോ? ഈ ILOയുടെ റെഗുലേഷൻ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സേഫ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി പൂർണ്ണ സമ്മതത്തോടെ വേണമെങ്കിൽ ഇത് എംപ്ലോയർക്ക് കൈവശം വെക്കാം. അപ്പൊ ഇവിടെ എല്ലാം കയ്യിൽ നിന്ന് ഈ കമ്പനികളെല്ലാം ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിയിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഇത് സുരക്ഷിതമായി വെക്കാൻ സാധ്യമല്ലാത്തതിനാൽ അടുത്ത യാത്ര വരെയും നിങ്ങൾക്ക് ഇത് കൈവശം വെക്കുന്നതിന് ഞാൻ അനുമതി നൽകിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒപ്പിടിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഇന്ത്യൻ ആളുകളാണ് ഈ അറബികളെ ഇതെല്ലാം പഠിപ്പിച്ചത്, ഇത്തരം സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങാനും. എന്തായാലും ഇത്തരം കാര്യങ്ങളിലെ ഏറ്റവും ശക്തമായ നിയമം നൽകുന്ന ഈ രാജ്യത്ത് പോലും പല കമ്പനികളിലും പാസ്പോർട്ട് സ്പോൺസറുടെ കയ്യിലാണ്. അപ്പോ യമനിലെ നിയമം എന്താണ്? ഇന്റർനാഷണൽ 62 തൊട്ട് ILOയുടെ മെമ്പർ ആണെങ്കിലും അവിടെ എന്താണ് പാസ്പോർട്ട് കൈവശം വെക്കാൻ സംബന്ധിച്ച് വ്യത്യസ്തമായ നിയമം ഉള്ളതിനെ കുറിച്ച് ഞാൻ ഓൺലൈനിൽ തെരഞ്ഞു. അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എംപ്ലോയർക്ക് ഇത് എങ്ങനെയും പാസ്പോർട്ട് കൈവലിക്കാനുള്ള സംവിധാനമുണ്ട്. ഇനി എംപ്ലോയറുടെ കയ്യിലാണ് ഇത് ഇരിക്കുന്നതെന്നിരിക്കട്ടെ, നമുക്ക് എംബസി ചെന്നു. ഞാൻ നിത്യം ഇത്തരം കാര്യങ്ങൾ കാണുന്നതാണ്. പക്ഷേ ശ്രീജിത്ത് പണിക്കർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല. അദ്ദേഹം ഇത്തരം സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. നമുക്ക് എംബസി ചെന്നിട്ട് എന്റെ പാസ്പോർട്ട് സ്പോൺസറാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പൊ എംബസിയുടെ ഒന്നാമത്തെ നിലപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പോൺസറുമായി സംസാരിക്കുക, പാസ്പോർട്ട് വിട്ട് കിട്ടുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിയമ നടപടിക്ക് പോവുക. അതേസമയം ഭയപ്പെട്ടിരിക്കുന്ന ഒരു വിദേശി എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും എംബസി ചെന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള വഴി എന്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. അപ്പൊ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഔട്ട് പാസ് കിട്ടും, ഇല്ലെങ്കിൽ മറ്റു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയിലായിരിക്കും. നിങ്ങൾ അത് ചെയ്തുകൂടായിരുന്നു, ഇത് ചെയ്തുകൂടായിരുന്നു. എല്ലാ തരത്തിലും പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയാണെന്നാണ് ഈ ഓഡിയോയിൽ തന്നെ മനസ്സിലാകുന്നത്. മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി, ബിസിനസ് പരമായി എല്ലാ തരത്തിലും പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ ഇന്ത്യൻ എംബസി നിങ്ങൾ സത്യം പറഞ്ഞുകൂടായിരുന്നു, നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നു, നിങ്ങളൊരു ഐഡിയൽ ആയി സംസാരിച്ചുകൂടായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. അതൊക്കെ നമുക്കൊരു AC റൂമിൽ ഇരുന്ന് ഇത്തരം സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ ചോദിക്കാം, നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ സത്യവാനായിക്കൂടെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ പോലെ ആയിക്കൂടായിരുന്നോ, എംബസി ചെന്ന് സത്യം പറയും. ഇവരെ സംബന്ധിച്ച് വേണ്ടത് എന്താണ്?
ഇവർക്ക് അവിടെ നിന്ന് പോരണം. അതിന് സ്പോൺസർ അറിയാതെ സ്പോൺസർ ചെയ്യുന്ന പാസ്പോർട്ട് കിട്ടുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടായതുകൊണ്ട് അതിന് അവർ ചെയ്ത് ഇന്ത്യൻ എംബസി എന്ന് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ എംബസിക്ക് കൃത്യമായ നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം എന്ന് പറയുന്നത് പത്രത്തിൽ പരസ്യം കൊടുക്കണം എന്റെ പാസ്പോർട്ട് പോയി എന്ന് പറഞ്ഞ്. ആ പത്രത്തിൽ പരസ്യത്തിന്റെ കട്ടിങ്ങുമായി ചെന്നാൽ മാത്രമേ ഈ പാസ്പോർട്ട് പോയതായ ഒരു രേഖ ഇന്ത്യൻ എംബസിക്ക് കൈവശം വയ്ക്കുകയും ഒന്നെങ്കിൽ ഔട്ട് പാസ് ഇല്ലെങ്കിൽ മറ്റേ പാസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രീധർ പണിക്കരൊക്കെയാണ് പത്രത്തിൽ പരസ്യം കൊടുക്കുന്നത് സാധ്യമല്ല തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന്. ഇദ്ദേഹം ഏത് ലോകത്താണ് ജീവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ലോകത്തെ കുറിച്ച് നിശ്ചയമില്ല. പത്രത്തിൽ പരസ്യം കൊടുക്കാൻ ചെന്ന സുനിത ആദ്യം പത്രക്കാർ ചോദിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഇത് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ട് പോയാൽ ചിലരുടെ പത്ര ഓഫീസിലോട്ടല്ല, എംബസിയിലോട്ടല്ല. പാസ്പോർട്ട് നഷ്ടപ്പെടാൻ ആദ്യം ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടാണ്. പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് അതിന്റെ ഒരു സ്ലിപ്പ് കിട്ടും. ഈ സ്ലിപ്പ് അവർ പറയും നിശ്ചിത ദിവസം വരെയും ഇവർ അന്വേഷണ വിധേയമായി അന്വേഷണം നടത്തിയാലും ഇല്ലെങ്കിൽ ഒരു നിശ്ചിത വിൻഡോ പീരീഡ് ഉണ്ട്. ആ പീരീഡിന് ശേഷമാണ് ഈ പോലീസിൽ നിന്ന് കിട്ടുന്ന പേപ്പറുമായിട്ട് പത്ര ഓഫീസിൽ നിന്ന് പത്രം പരസ്യം ചെയ്തുള്ളൂ. അല്ലാതെ നമ്മൾ ഓടി പത്ര ഓഫീസിൽ നിന്ന് എന്റെ പാസ്പോർട്ട് പോയി ഒരു പരസ്യം കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കില്ല. അങ്ങനെ നിയമങ്ങളുണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു വിശദമായ മൊഴിയെടുക്കും. അപ്പൊ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പോലും പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഒരു സ്ത്രീക്ക് ഭയമുള്ള കാലമാണ് ഇന്നും ആലോചിക്കുന്നത്. ജനകീയ പോലീസ് സ്റ്റേഷനോ അത്തരത്തിലുള്ള ജനമൈത്രി പോലീസ് സ്റ്റേഷൻ വന്ന കാലത്ത് പോലും സ്ത്രീകൾ വനിതാ പോലീസുകാര് കൗണ്ടറിൽ റിസപ്ഷനിൽ ഇരിക്കുന്ന കാലത്ത് പോലും സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷൻ നമ്മുടെ നാട്ടിൽ പോലും പേടിയാണ്. അപ്പോഴാണ് അറബ് രാജ്യത്ത് ചെന്നിരിക്കുന്ന എല്ലാ തരത്തിലും ഭയപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇതൊരു കംപ്ലൈന്റ് കൊടുക്കാൻ അവർക്ക് ധൈര്യം പോരായിരുന്നിരിക്കണം. നമുക്ക് അറിഞ്ഞുകൂടാ സാഹചര്യം, അതത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരിക്കുമ്പോൾ അവർ കൃത്യമായി ചോദിക്കും നിങ്ങളുടെ പാസ്പോർട്ട് എവിടെ വെച്ചാണ് പോയത്. അവരതിനെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് എടുക്കും. അപ്പൊ കൃത്യമായിട്ട് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാതെ എന്റെ സ്പോൺസറുടെ കയ്യിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി എന്ന് പറയുന്നത് സ്പോൺസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. പാസ്പോർട്ട് വിട്ടുകൊടുക്കണം, കാരണം നിയമപരമായി വിട്ടുകൊടുക്കേണ്ടതാണ്. അപ്പൊ ഈ സ്പോൺസർ വിവരം അറിയും. ഇങ്ങനെ ഒരുവിധം വീണ്ടും അത്തരം കോംപ്ലിക്കേഷനിലോട്ട് പോകാൻ സാധ്യമല്ലാത്തതിനാൽ ഒരു കർളം എന്ന നിലയിൽ ഇതെല്ലാവരും ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്, അദ്ദേഹത്തിന്റെ സാഹചര്യം ജീവിച്ചിട്ടില്ലെന്നിട്ടാണ്. നിമിഷയുടെ വേർഷൻ സജി മുഖവിലയ്ക്ക് കൃത്യമായിട്ട് എടുക്കുന്നില്ലെങ്കിലും നിമിഷയുടെ പുറത്ത് വന്ന പല ഓഡിയോയിലും പറയുന്നത് തലാലിനെതിരെ പരാതിയായിട്ട് ചെന്ന് നിമിഷേനെ ജയിലിൽ പിടിച്ചിട്ട് കുറച്ച് ദിവസം അത് കഴിഞ്ഞ് പുറത്തു വന്നപ്പം അത് ഈ പരാതിയുമായിട്ടല്ല. ഇദ്ദേഹം വിവാഹം കഴിച്ചത് ബലമായിട്ടാണ് എന്ന് പറഞ്ഞുള്ള പരാതിയിന്മേലാണ് രണ്ടുപേരെയും പിടിച്ച് ജയിലിലിടുന്നത്. അത് ഓരോ രാജ്യത്തെയും നിയമങ്ങൾ വേറെന്നാണ്. അപ്പൊ ആ നിലയിലാണ് അന്ന് തലാലിനെയും പിടിച്ച് ജയിലിട്ടിരുന്നു. തന്നെയല്ലേ പിന്നെ നിമിഷ പാസ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു പോണ്ടത് ഇവിടെ തന്നെയല്ലേ. അപ്പൊ അല്ലെങ്കിൽ പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഈ രാജ്യങ്ങളിൽ പോയി പരാതി കൊടുക്കുന്ന ഒരു സ്ത്രീ തനിയെ അത് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ എല്ലായിടത്തും നല്ല സ്വീകരണവും പരാതികളെല്ലാം അവർ കൈകാര്യം ചെയ്ത് പ്രോപ്പറായിട്ട് അന്വേഷണം എല്ലാം നടക്കുന്ന ഒരു രാജ്യങ്ങളാണ് ഇതെല്ലാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സ്ത്രീക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി പ്രശ്നത്തിലാണ്. അവർ കുറച്ച് സത്യം പറയാൻ പറ്റില്ല പോലീസ് സ്റ്റേഷനിൽ. അതിനേക്കാൾ നല്ല ഇന്ത്യൻ എംബസി ചെന്ന് സത്യം പറയാതിരിക്കുക എന്നുള്ള. കാരണം എവിടെ വെച്ച് നഷ്ടപ്പെടാൻ നിങ്ങൾ എന്തിനും കൈകൾ കൊണ്ടുപോയി. അല്ല പറയൂ സജി, ഇപ്പൊ ഈ പിന്നെ നിമിഷ നിൽക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ എംബസി ഉണ്ടോ? അവിടെ ഇന്ത്യൻ എംബസി ഇപ്പോഴില്ല. ഈ ആഭ്യന്തര യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യകാലത്ത് ഇത് ജിബൂട്ടിയിലായിരുന്നു. പിന്നീട് അധിക ചുമതല സൗദിയിലെ അംബാസഡർക്കാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും അവിടെ ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ ഇന്ത്യ കോൺസുലാർ സർവീസിന് വേണ്ടിയിട്ട്, കാരണം നയതന്ത്ര ബന്ധമില്ല. എംബസി എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഒരു രാജ്യത്തിന്റെ എംബസി എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്തിന്റെ തലസ്ഥാനത്തായിരിക്കും. അത് വളരെ വൈവിധ്യമാർന്ന കുറെ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഓഫീസാണ് എംബസി എന്ന് പറയുന്നത്. പക്ഷേ കോൺസുലർ സർവീസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എംബസി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് പ്രതിനിധീകരിച്ചുകൊണ്ട് ആ രാജ്യത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരു മിനി ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ പോലീസിന് പോലും അവിടെ ഈ എംബസിക്കകത്ത് കയറാൻ പറ്റില്ല. അവിടെ നമ്മുടെ നിയമങ്ങളാണ് ബാധകമായിരിക്കുന്നത് എംബസിക്കകത്ത് ഒരു പൗരൻ ചെന്ന് വിട്ടു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ വളരെ വിപുലമായ അധികാരങ്ങളുള്ള ഒന്നാണ് എംബസി എന്ന് പറയുന്നത്. അത് തലസ്ഥാനങ്ങളിൽ മാത്രമേ തുറക്കാറുള്ളൂ. പക്ഷേ അത് എംബസി ഇല്ലാത്ത സ്ഥിതിക്ക് കോൺസുലർ സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്നതിനുള്ള സംവിധാനമാണ്. അവരാണ് ഇപ്പൊ ഒരു കേസിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ നിയമസഹായത്തിന് വേണ്ടി ലോയറെ ഏർപ്പെടുത്തുക, പാസ്പോർട്ട് നഷ്ടപ്പെട്ട പാസ്പോർട്ട് നൽകുക, അവിടെയുള്ള പൗരന്മാർക്ക് വിസിറ്റ് ചെയ്യണമെന്നില്ല അവർക്ക് ഇന്ത്യൻ വിസ നൽകുക എന്നിത്യാദി വളരെ ചെറിയ സേവനങ്ങൾ ചെയ്യുന്ന ചെറിയൊരു സംവിധാനമാണ് കോൺസുലർ സർവീസ് എന്ന് പറയുന്നത്. ഈ കോൺസുലർ സർവീസും സ്ഥിരമായി അവിടെ ആഴ്ചയിൽ ഒരിക്കൽ പോവുകയോ വല്ലപ്പോഴും ചെന്ന് അവർക്ക് അത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ചെന്നുകൊണ്ട് സേവനങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ നിമിഷപ്രിയ ഇത് ഇന്ത്യൻ എംബസി ചെന്ന സമയത്ത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെ സംബന്ധിച്ച് അത് ഈ നിമിഷപ്രിയ അറസ്റ്റിലാകുന്നതിനും ഈ കൊലപാതക കുറ്റം ചെയ്യുന്നതിനൊക്കെ വളരെ മുമ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ എംബസി ചെന്ന് കഴിഞ്ഞപ്പോൾ അത് എംബസിയുടെ നടപടിക്രമം അതാണ്. ഞാൻ നിൽക്കുന്ന രാജ്യത്തും അത് എവിടെയാണെങ്കിലും അവർ പറയും നിങ്ങൾ പത്രത്തിൽ പരസ്യം ചെയ്യണം, ഇത് പോയെന്ന് പറഞ്ഞ് പത്രത്തിൽ പരസ്യം ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യണം. ആ പോലീസ് സ്റ്റേഷനിൽ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന രേഖ കൊടുക്കുന്ന സമയത്താണ് പത്രത്തിൽ പരസ്യം ചെയ്യുന്നത്. പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് അതിന് മറുപടി ഇല്ലെന്ന് പറയുമ്പോൾ അതൊരു നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എംബസിയുടെ ഡിസ്ക്രിപ്ഷനിൽ. അപ്പൊ പിന്നെ ഇവർ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അവർക്ക് വേണം. ഭാഷ സംസാരിച്ചാൽ മാത്രം പോരാ.
കാരണം ആരെങ്കിലും ഒരാൾ നന്നായി മലയാളം സംസാരിക്കുന്ന ഒരു ശ്രീലങ്കൻ ചെന്നിട്ട് എനിക്കൊരു ഔട്ട് പാസ് വേണം, പാസ്പോർട്ട് നടന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുക്കില്ല. അതിന് അവരുടേതായ വഴികളുണ്ട്. അതിന് നാട്ടിൽ നിന്ന് ചില രേഖകൾ വരുത്തേണ്ടി വരും. അങ്ങനെ റേഷൻ കാർഡ് പോലുള്ള മറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലുള്ള മറ്റ് രേഖകളിലൂടെ ഇവരൊരു ഇന്ത്യൻ പൗരനാണെന്ന് ബോധ്യപ്പെടുകയും അത് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് മറ്റൊരു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഔട്ട് പാസ് കൊടുക്കുകയോ ചെയ്ത് ഇന്ത്യയിലോട്ട് വരിക. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. ആ ഉദ്ദേശത്തിന് വേണ്ടി അവർ ചെന്ന് ഒരു കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞത് 99% ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും അവർ പീഡിപ്പിക്കുകയും ചെയ്യുന്ന എംപ്ലോയർ ഉണ്ടെങ്കിൽ, സ്പോൺസർ ഉണ്ടെങ്കിൽ മനുഷ്യർ ചെയ്യുന്നത്. ഇതിനെ കുറിച്ച് ശ്രീജിത്ത് പണിക്കർ അറിഞ്ഞുകൂടാഞ്ഞതാണ് ഞാൻ നിത്യവും കാണുന്നതാണ്. അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെ ചെയ്തുകൂടായിരുന്നു, ഐഡിയൽ ആയിട്ട് പെരുമാറിക്കൂടായിരുന്നു എന്നൊക്കെ പറയുന്നതിന്റെ പിന്നിലത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് ഒരു പ്രത്യേക കൂട്ടം പുരുഷന്മാരെ ഞാൻ കാണുന്നത്. മെനിനിസ്റ്റ് എന്ന് പറയും, അതായത് ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ മെനിനിസ്റ്റ്, അതായത് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഉത്തരവാദി സ്ത്രീകൾ തന്നെയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ ഒരു കാഴ്ചപ്പാട് പോലെയാണ് ഇപ്പോൾ ചെന്നപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം, ഈ നിമിഷപ്രിയ ചെന്നപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി നിമിഷപ്രിയ മാത്രമാണ്. ആ സാഹചര്യങ്ങൾ നമ്മൾ പരിഗണിക്കുന്നില്ല. ഒരു സ്ത്രീ മറ്റൊരു രാജ്യത്ത് നിന്ന്, മറ്റു നിയമ സംവിധാനമുള്ള മറ്റു ഭാഷയുള്ള രാജ്യത്ത് നിന്ന് ഒരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം അതിനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി കുറ്റവാളിയായി മാറുകയാണ്. അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ഏൽക്കാൻ ഒരു സ്ത്രീക്ക് പറ്റില്ല. അവിടെയാണ് ഇതിനകത്ത് ധാർമ്മികമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അവർ ചെയ്ത കുറ്റത്തിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണെങ്കിലും അതിലേക്ക് ലീഡ് ചെയ്ത് ഇവരിപ്പോ നിസാരം ഈ കള്ളം പറഞ്ഞത്, ഈ കള്ളം എംബസി ചെന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. തെറ്റിദ്ധാരണയാണെങ്കിൽ തെറ്റിദ്ധാരണ ആയിക്കൊള്ളട്ടെ, ആ കാരണം കൊണ്ടാണ് അവർ ചെന്ന് പറഞ്ഞത്. അതിന്റെ പേരിൽ ഇതിന്റെ ഉത്തരവാദി നിങ്ങളാണ്, നിങ്ങൾ എംബസി ചെന്ന് കള്ളം പറഞ്ഞു. ആരാണ് ഈ ഭൂമിയിൽ കള്ളം പറയാത്തുള്ളത്? ഒരിക്കൽ ഗാന്ധിജി വന്നിട്ട് ഒരു സ്കൂളിൽ ചോദിച്ച ഒരു കഥ കേട്ടിട്ടില്ലേ? നിങ്ങളുടെ സത്യം മാത്രം പറയുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു, കൈ പൊക്കിയില്ല. അപ്പൊ പറഞ്ഞു നിങ്ങൾ കള്ളം പറയുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു, കുട്ടികൾ ഭൂരിപക്ഷം കള്ളം കൈപൊക്കി. അപ്പോ ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളെ ഏറ്റവും ഇഷ്ടമുള്ള പ്രധാനപ്പെട്ട നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, കാരണം നിങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞു. നമ്മൾ പറഞ്ഞു വന്നൊരു സാരം ഇത്രേ ഉള്ളൂ, എംബസിയിൽ ചെന്ന് ഔട്ട് പാസ് കിട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സമ്മർദ്ദത്തിലായിരിക്കുന്ന ഒരു സ്ത്രീ ഒരു കള്ളം പറഞ്ഞു. അത് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇംപ്ലിക്കേഷൻ, ഇവരുടെ ധാരണ, അത് വെച്ചിട്ട് എളുപ്പം അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതിന്റെ പേരിൽ പറഞ്ഞൊരു കള്ളമാണ്, ആരെയും ദ്രോഹിക്കുന്നതിന് വേണ്ടി ഇപ്പൊ കള്ളം പറഞ്ഞതല്ല. അപ്പൊ അതിനെ ഇവരെന്തുകൊണ്ട് കള്ളം പറഞ്ഞു എന്ന് ശ്രീജിത്ത് പണിക്കർ ചോദിച്ചാൽ, ഇവർക്ക് ശ്രീജിത്ത് പണിക്കർക്ക് ഈ സാഹചര്യങ്ങൾ അറിഞ്ഞുകൂടാ, ഈ രാജ്യത്തെ നിയമങ്ങൾ അറിഞ്ഞുകൂടാ, ഇത്തരം സാഹചര്യങ്ങൾ ജീവിച്ച ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തെന്ന് ചിന്തിക്കുന്നില്ല. അല്ലാതെ അതിനെ വലിയ പെരുപ്പിച്ച് കാണിച്ച് എന്തുകൊണ്ട് കള്ളം പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് ഈ സാഹചര്യങ്ങൾ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ചോദിച്ചുവാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഈ കുറ്റം ചെയ്തിരിക്കുന്ന ആളാരാണോ, ആ കുറ്റം ചെയ്തിരിക്കുന്ന ആളിന് എന്താണോ നിയമത്തിൽ അനുശാസിക്കുന്ന ശിക്ഷ അത് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. കാരണം അവിടെ ഒരു സെൻസ് ഓഫ് ക്ലോഷർ ഉണ്ടാകേണ്ടത് ഇതിന് വിക്ടിമായി മാറിയിരിക്കുന്ന ആളിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉറ്റവർക്കുമാണ്. അതല്ലാതെ മലയാളിയെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ധർമ്മം എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഐ എം സോറി, അത് നീതിബോധമല്ല. പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മലയാളിയെ രക്ഷിച്ചെടുക്കുക എന്നൊരു ഉദ്ദേശം ഇതിനകത്ത് ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത്? ഇദ്ദേഹം സ്വയം നിഗമനത്തിലെത്തുകയാണ്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പണിക്കരുടെ ഈ വീഡിയോക്കകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, പണിക്കർക്ക് തോന്നിയ കാര്യങ്ങളെ ഉത്തരങ്ങൾക്ക് വേണ്ടി ചില ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നു. മലയാളി ആയതുകൊണ്ട് അവർ രക്ഷിച്ചെടുക്കണം, ഒരു മലയാളി ആയതുകൊണ്ട് ഇന്ത്യൻ ആയതുകൊണ്ട് രക്ഷിച്ചെടുക്കണം എന്നല്ല പറഞ്ഞത്. വധശിക്ഷ എന്ന് പറയുന്നതിനോട് യോജിക്കാത്ത ഒരു കൂട്ടം മനുഷ്യർ, അതേസമയം അവിടെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള നിയമപരമായ പ്രൊവിഷൻസ് തന്നെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ, അല്ലാതെ അവർ മലയാളി ആയതുകൊണ്ടല്ല. ഇത്തരം ചിന്തിക്കുന്ന മനുഷ്യർ, അതാണ് ഞാൻ ആദ്യം ഒന്നും ഉദാഹരണം പറയും, ഇത്തരം ചിന്തിക്കുന്ന ആയതുകൊണ്ട് കൂടിയല്ലേ, മലയാളി ആയതുകൊണ്ട് കൂടിയല്ലേ? നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ അഫ്സൽ ഗുരുവിനെ നമ്മൾ എന്തിന് മേഴ്സി പെറ്റീഷൻ കൊടുത്തു? മലയാളി ആയതുകൊണ്ടാണോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല സജി. കാരണം കാന്തപുരം ഉസ്താദ് ഇപ്പൊ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി ഇടപെടുന്നില്ലല്ലോ. നിമിഷപ്രിയ മലയാളി കൊണ്ടുകൂടിയല്ലേ അവർ ഇടപെട്ടത്? അതിനകത്ത് പല അവന്യൂസ് ഉണ്ട്. ഇപ്പൊ ബിസിനസ്സുകാർക്ക് ഇടപെടാൻ പറ്റുന്ന ചില രാജ്യങ്ങളുണ്ട്, ഈ ആർട്ടിസ്റ്റുകൾക്ക് ഇടപെടാവുന്ന ചില രാജ്യങ്ങളുണ്ട്, ചില സംവിധാനങ്ങളുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ യമനിൽ ഇപ്പൊ പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഇടപെടാവുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇദ്ദേഹത്തിന് ഏറ്റവും അടുത്തുള്ള ഒരു സൂഫി വര്യൻ, ഇദ്ദേഹത്തിന് അടുത്ത സൂഫി വര്യൻ, ആ രാജ്യത്തെ ഗവൺമെന്റ് അതിഥിയായി ചെന്നിട്ടുള്ള ഒരാളാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത് ഉസ്താദ്. അവിടെ അവരുടെ സൂഫി ഓർഡറിൽ കഴിയുന്ന വില്ലേജുകളിൽ ഒന്നാണിത്. അവിടെ പ്രധാനപ്പെട്ട ജസ്റ്റിസ്, അവിടെയുള്ള പുരോഹിതന്മാരെല്ലാം ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ സൂഫി ഓർഡറിൽ വരുന്നവരാണ്. അപ്പോ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് അവിടെ ഒരു സേ ഉണ്ട്, അവിടെ പറയുന്നതിന് ഒരു പ്രസക്തി ഉണ്ട്. അതില്ലാത്തൊരു സ്ഥലത്ത് പോയി അദ്ദേഹം പറയണമെന്നില്ല. അദ്ദേഹം ലോകത്തിലെ പല രാജ്യങ്ങളും വളരെ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഗവൺമെന്റിന്റെ അതിഥിയായിട്ട് മലേഷ്യയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് വളരെ അടുപ്പത്തിലാണ്. ഇങ്ങനെ ലോകത്തിലെ പല രാജ്യങ്ങളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. ആ ബന്ധം എവിടെ ഉപയോഗിക്കാം? ആ ബന്ധം ഉപയോഗിക്കാൻ പറ്റാത്ത ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ മറ്റെന്ത് ബന്ധം ഉപയോഗിക്കാം? ഏത് ബന്ധം ഉപയോഗിച്ചാലും ആ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരാളെ വധശിക്ഷയിൽ നീക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ശ്രമം അത് മലയാളി ആയതുകൊണ്ടാണെന്നുള്ളത് ഇദ്ദേഹം ഉണ്ടാക്കിയ ഒരു നരേറ്റീവാണ്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അവിടെയാണ് എന്റെ ആദ്യ ചോദ്യം. നമ്മൾ അഫ്സൽ ഗുരുവിന് വേണ്ടിയിട്ട് മേഴ്സി പെറ്റീഷൻ പ്രസിഡന്റ് കൊടുത്തില്ലേ?
ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ കൊടുത്തു, ഇന്ത്യക്കാർ തന്നെ കൊടുത്തു, ഇല്ലേ? അജ്മൽ കസബിന് വേണ്ടി കൊടുത്തു. അവിടെയൊന്നും അവർ കുറ്റവാളികളല്ലാത്തത് കൊണ്ടല്ല, ഒരു വധശിക്ഷ, കാരണം വധശിക്ഷ ഒരു ശിക്ഷയാണെന്ന് കരുതുന്നില്ല, അതൊരു പരിഹാരമാണെന്ന് കരുതുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഇനി അതെന്താണെന്ന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ ഞാൻ വളരെ എളുപ്പത്തിൽ ഒരു കാര്യം പറയാം. ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ അതിന് കൊടുത്തിരുന്നു. അതായത് UN മൊറട്ടോറിയം ഓൺ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരു മൊറട്ടോറിയം ഉണ്ട്. ഇത് ഇദ്ദേഹം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ടാണ് ലോക ജനത്തിലെ പുരോഗമിച്ച സമൂഹങ്ങൾ വധശിക്ഷയ്ക്ക് എതിരെ നിൽക്കുന്നത്? അതിനകത്ത് ഈ പറയുന്ന 3 കേസിലും, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ 3 കേസിനകത്തും, അഫ്സൽ ഗുരുവിന്റേതും അജ്മൽ കസബിന്റെയും ഒക്കെ വധശിക്ഷ മാറ്റിവെക്കണമെന്നും പറഞ്ഞ് പൗരപ്രമുഖർ, CPM പാർട്ടി, ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് വേണ്ട സംഘടനകളും വ്യക്തികളും ക്ലെമൻസി പെറ്റീഷൻ കൊടുത്തിരുന്നു. അത് പരിഗണിച്ചില്ല എന്നുള്ളത് മറ്റൊരു വശം. പക്ഷേ അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ എക്സിക്യൂഷൻ ഈസ് നോട്ട് ആൻ ആൻസർ എന്നുള്ളതാണ് നിലപാട് പരിഷ്കൃത സമൂഹത്തിന്റെ. അവിടെയാണ് ഇദ്ദേഹത്തിന്റെ നിലപാടിന് ഒരു പ്രശ്നം വരുന്നത്. അത് ഏത് ശിക്ഷയുമായിക്കോട്ടെ, അത് ശിക്ഷ വരട്ടെ എന്ന് മാത്രമല്ല, അതിനുള്ള ഇടപെടലിനെ അദ്ദേഹം ഡിസ്റ്റോർട്ട് ചെയ്യുന്നു. ആ ശിക്ഷയൊന്ന് മാറ്റിവെക്കുന്ന, നിയമപരമായി മാറ്റിവെക്കുന്നതിനുള്ള വ്യക്തികളുടെ ഇടപെടലിനെ അദ്ദേഹം പറയുന്നത് അത് അവരുടെ കുറ്റകൃത്യത്തെ ഗ്ലോറിഫൈ ചെയ്തതിനാണെന്ന് പറയുന്നു. അത് മലയാളി ആയതുകൊണ്ടാന്ന് പറയും. ഇതൊന്നുമല്ല കാരണം. ഒറ്റ കാരണമുള്ളൂ, എക്സിക്യൂഷൻ ഇസ് നോട്ട് ആൻ ആൻസർ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ആ മനുഷ്യരുടെ ഇടപെടലാണ്, അത് പരിഷ്കൃത സമൂഹത്തിൻ്റെതാണ്. ഗുഹാതല മനുഷ്യന്റെ പ്രാകൃതമായ ചിന്താഗതി അല്ലത്. അതാണ് എനിക്ക് ഇതിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതാണ് പല്ലിന് പകരം പല്ലെന്നും കണ്ണിന് പകരം കണ്ണെന്നും വിചാരിച്ചിരുന്ന നിയമസംഹിതയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് വളരെ പുരോഗമിച്ച് ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെ ഇതിനെ ഏറ്റവും കുറ്റം പറയുന്ന എസൻസിലുള്ള ചില പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന ഒരു നിയമമാണ് ശരിയാ നിയമം എന്ന് പറയുന്നത്. 6-ാം നൂറ്റാണ്ടിലേതാണെന്ന് പറയുന്നു. ആ അന്ന് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പാടില്ല എന്ന ആധുനിക സമൂഹം എത്തുന്നത് വളരെ അടുത്ത കാലത്താണ്. അതിനും എത്രയോ മുൻപ് ശരിയാ നിയമത്തിനകത്ത് കൃത്യമായ രീതിയിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടിയ ഒരാളെ രക്ഷപ്പെടുത്തേണ്ട പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ രാജ്യങ്ങളിലെ പ്രസിഡൻഷ്യൽ ക്ലെമൻസി കിട്ടുന്നില്ലെങ്കിൽ, സാധ്യമല്ലാത്ത സ്ഥലത്ത് ഈ കുടുംബക്കാർക്ക് ക്ഷമ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ മാത്രമാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിനെ തുരങ്കം വയ്ക്കുന്ന ചില മലയാളികളുണ്ട്. ഇദ്ദേഹം അതിനെ തുരങ്കം വയ്ക്കാൻ ആശയപരമായി അതിനെതിരെ നിൽക്കുന്നു. ഇദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ നീതിയുടെ ഭാഗത്താണ്, നിമിഷപ്രിയയുടെ ഭാഗത്തല്ലെന്നാണ്. ഇദ്ദേഹം നീതിയുടെ ഭാഗത്തല്ല. നിമിഷപ്രിയയുടെ ഭാഗത്ത് ഇദ്ദേഹം നിൽക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടില്ല. ഇദ്ദേഹത്തിന്റെ നിലപാടിന് ഒരു പ്രസക്തിയുമില്ല. നീതിയുടെ ഭാഗത്തല്ല. നീതി എന്ന് പറയുന്ന ആ രാജ്യത്തെ ഒരു നിയമ സംവിധാനത്തിൽ, നീതിന്യായ വ്യവസ്ഥയിൽ നീതി എന്ന് പറയുന്നത് ഇവർ മാപ്പ് കൊടുക്കുക എന്നുള്ള. 2023 യമനിൽ സദ്ദാം എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ആ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതിന് ശേഷം വധശിക്ഷ നടപ്പാക്കേണ്ട ദിവസം അതായത് വധശിക്ഷ ഏറ്റുവാങ്ങേണ്ട കൊന്ന വ്യക്തിയുടെ അമ്മ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഖബറിനടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, എന്റെ മകന് മാപ്പ് കിട്ടണമെന്ന് പറഞ്ഞ്. ആ ചിത്രം ഹൃദയഭേദകമായ ഒരു ചിത്രമാണ്. ഒരു സ്ത്രീയാണ്. കാരണം ഈ ട്രൈബൽ കസ്റ്റമറി ലോ പ്രകാരം, എഴുതപ്പെട്ട ലോ അല്ല, യമനിലെ ട്രൈബൽ കസ്റ്റമറി ലോ പ്രകാരം ഒരു സ്ത്രീയുടെ അപേക്ഷ നിരസിക്കാൻ പാടില്ല എന്നുണ്ട്. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്ത്രീ ഈ കല്ലറയ്ക്ക് അരികിലിരുന്ന് മരിച്ചുപോയ തന്റെ മകൻ കൊന്നു കളഞ്ഞ മനുഷ്യന്റെ കല്ലറയ്ക്കരികിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചാക്കുകൊണ്ട് മറച്ച ആ ചിത്രം നമുക്കിപ്പോ കാണിക്കാം. ആ സ്ത്രീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, അപേക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വധശിക്ഷയ്ക്ക് വേണ്ടി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന മനുഷ്യനെ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ രക്തബന്ധുക്കൾ മാപ്പ് കൊടുക്കുകയാണ്. മിനിറ്റുകൾക്ക് മുൻപ് മാത്രം അദ്ദേഹം സ്വതന്ത്രമായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് യമൻ എന്ന് പറയുന്നത്. അതിന് പ്രൊവിഷൻ ഉള്ള ഒരു നിയമമാണ് ശരിയാ നിയമം എന്ന് പറയുന്നത്. അപ്പൊ അതിന് സാധ്യമെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തത്. അതുകൊണ്ട് അതാണ് നീതി അവിടുത്തെ. ആ നീതിയുടെ പക്ഷത്തല്ല ശ്രീജിത്ത് പണിക്കർ നിൽക്കുന്നത്. ആ നീതിയുടെ പക്ഷത്ത് മാത്രമല്ല, പരിഷ്കൃത സമൂഹം നിൽക്കുന്ന നീതിയുടെ പക്ഷത്തുമല്ല. ഇതാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. മനുഷ്യൻ വളരെയധികം മുമ്പോട്ട് പോയിക്കുന്നു. കുറ്റത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും ഒക്കെ നമ്മൾ പുതിയ നിർവചനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഒരു വ്യക്തി ഇല്ലായ്മ, സ്റ്റേറ്റോ നിയമ സംവിധാനമോ കോടതി ഒരു വ്യക്തിക്ക് പ്രതികാരം ചെയ്തുകൂടാ എന്നുള്ളതാണ് ആധുനിക സമൂഹത്തിന്റെ കാഴ്ചപ്പാട്. അയാളെ റീഫോം ചെയ്ത് അയാൾ കുറ്റകൃത്യം ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ അയാൾ റീഫോം ചെയ്ത് സമൂഹത്തിൽ കൊണ്ടുപോയി. നോർവേയിൽ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. നോർവേയിൽ കുറ്റകൃത്യത്തിന് കോടതി ശിക്ഷിച്ച് ജയിലിലായാൽ അവിടെ ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിലെങ്ങും ചെയ്യാത്ത ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു സമീപനമുണ്ട്. ഈ ഇരയുടെ ബന്ധുക്കളും ഈ കുറ്റവാളിയുമായിട്ട് കാണാൻ അവസരം ഒരുക്കും. ആദ്യകാലത്ത് എന്തായാലും ഇരയുടെ ബന്ധുക്കൾ കാണാൻ സമ്മതിക്കില്ല, കാരണം കോപമായിരിക്കുമല്ലോ. അതിനുശേഷം ഇവരുടെ ക്ലിപ്പുകൾ കേൾപ്പിക്കും, തമ്മിൽ വോയിസ് ക്ലിപ്പുകൾ കേൾപ്പിക്കും. ഈ ഇരയുടെ ബന്ധുക്കളുടെ വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ എന്തായിരിക്കും ഈ കുറ്റവാളിയുടെ മനസ്സിലുണ്ടാകുക? നിശ്ചയമായിട്ടും കുറ്റബോധം ഉണ്ടാവും. പിന്നീട് ഈ ക്ലിപ്പുകൾ അങ്ങോട്ട് വരും. അപ്പൊ ഏതോ ഒരു നിമിഷത്തിൽ ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ക്ലിപ്പുകൾ ആ ഇരയുടെ ബന്ധുക്കൾ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുണ്ടാവും. അങ്ങനെ ക്രമേണ ഇവർ തമ്മിൽ കൂടിക്കാണും. ശിക്ഷ കഴിഞ്ഞിട്ട് ഈ ഇരയുടെ സംരക്ഷകരായി മാറിയ കുറ്റവാളികൾ വരെ
നോർവേയിൽ നിന്നുണ്ട് എന്ന് രേഖകളുണ്ട്. അപ്പൊ ഇതെല്ലാം ആധുനിക സമൂഹത്തിന്റെ ഒരു സമയത്തിന് മനുഷ്യൻ തെറ്റ് ചെയ്തതിന് പല കാരണങ്ങളുണ്ട്. ഈ നിമിഷപ്രിയ തന്നെ പറയുന്ന ഓഡിയോയ്ക്കകത്ത് പറയുന്ന പല കാരണങ്ങളാലും അവരെല്ലാ തരത്തിലും പീഡിപ്പിക്കപ്പെടുന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്ത് ഇവർ തെറ്റുകാരിയാണ്, ഇവർ ശിക്ഷിക്കപ്പെട്ടെ എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മൾ മറന്നുകൂടാ. അവരൊരു സ്ത്രീയാണെന്നുള്ളതിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അവൾ എന്തിനാണ് ഭർത്താവിന് വിട്ട് മറ്റൊരു പുരുഷനുമായി ജീവിച്ചോ? സംശയമാണ്, നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ പോയവൾക്ക് ഇങ്ങനെ തന്നെ വരണം എന്നുള്ള ഒരു പുരുഷ കേന്ദ്രീകൃതമായി, സ്ത്രീ അങ്ങനെ സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചിട്ട് സ്വതന്ത്രമായി കച്ചവടം ചെയ്ത് മറ്റൊരു മനുഷ്യന്റെ കൂടെ ജീവിച്ച് അവൾക്ക് എംബസി പോയി അവൾ സത്യം പറയണം. മറ്റാരും സത്യം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആരും സത്യം പറയാറുമില്ല. ബഹുഭൂരിഷം പേര് സത്യം പറയാം, സാഹചര്യമാണ് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അവൾ സത്യം പറഞ്ഞോണം അവിടെ ചെന്നിട്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ വീഡിയോയിൽ ഉടനീളം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കുറ്റകൃത്യം ചെയ്തിട്ട് പോലീസിന് മുമ്പിൽ സറണ്ടർ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇന്ത്യയിൽ ഒരു ദിവസം എത്ര കുറ്റകൃത്യം നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇത് എത്ര പേര് നേരെ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. കുറ്റകൃത്യം സംഭവിച്ചു പോയാൽ ഒരു മനുഷ്യന്റെ മുമ്പിലുള്ള ആദ്യത്തെ ശ്രമം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ള കുറ്റബോധമുണ്ട്. നിയമത്തിന്റെ കയ്യിൽ പെടാൻ ആർക്കും താല്പര്യമില്ല. അതിനാണ് നമ്മൾ ലോയർ വയ്ക്കുന്നത്. 2 ലോയർമാർ, പ്രോസിക്യൂഷൻ ലോയറും കോടതിയിൽ സംസാരിക്കും, ഒരാൾ നുണയെ പറയുന്നത്. അതുകൊണ്ടാണ് ഒരു പക്ഷത്ത് പറഞ്ഞുകൊണ്ട് വിധി പ്രഖ്യാപിക്കുന്നത്. ആ നുണ പറയുന്നവരുടെ കൂടെ നിൽക്കുകയാണ്. കുറ്റം ചെയ്ത ആരും 99% ആളുകളും കോടതിയിൽ ചെന്ന് സറണ്ടർ ചെയ്യോ പോലീസിന് സറണ്ടർ ചെയ്യോ അല്ല ചെയ്യുന്നത്. പിന്നെ എങ്ങനെയും രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബന്ധുക്കൾ ഇയാളെ രക്ഷപ്പെടുത്തണമെന്നും ആഗ്രഹമുള്ളവരാണ്. ഇവർക്കാർക്കും കുറ്റബോധം ഇല്ലാഞ്ഞിട്ടില്ല, വീണ്ടും കുറ്റം ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടുമല്ല. അപ്പൊ പക്ഷെ നിമിഷപ്രിയ എന്തുകൊണ്ട് അതും ഇന്റൻഷനലായിട്ട് ഇയാളെ കൊല്ലാൻ വേണ്ടി കുത്തിവെച്ചതല്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി അവർ പുറത്തു വന്ന ഈ വീഡിയോ ഈ ഓഡിയോ ഒന്നും എത്ര കണ്ട് സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല ഇദ്ദേഹം പറയുന്നു ഞാൻ ആ സംഭവത്തിന്റെ സത്യാവസ്ഥ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇദ്ദേഹത്തിന് എങ്ങനെ സത്യാവസ്ഥ പിടികിട്ടിയത്? ഒന്ന്, യമൻ നിയമവ്യവസ്ഥ അനുസരിച്ച് അവിടുത്തെ ക്രിമിനൽ കോർട്ട് ഓപ്പൺ കോർട്ടാണ്. പക്ഷെ ഹൂത്തികളുടെ കോർട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ കോർട്ടല്ല, ക്ലോസ് ഡോറാണ്. അവിടെ നടക്കുന്ന പോലീസ് ഇന്ററോഗേഷൻ സംബന്ധിച്ചുള്ള റെക്കോർഡ്സ്, അവിടെ കോടതി വ്യവഹാരങ്ങൾ മിനിറ്റ്സ്, ഇതൊന്നും പുറത്ത് ആർക്കും ലഭിക്കില്ല. ഈ പറയുന്നത് നമ്മുടെ ലോയറിന്, ഇനി ഇവർക്കൊരു ലോയറുണ്ട്, അവർക്ക് പോലും ലഭിക്കില്ല. അങ്ങനെ ആർക്കും ലഭിക്കാൻ സാധ്യമല്ലാത്ത സാക്ഷിമൊഴികൾ, ഇവർ കൊടുത്തിരിക്കുന്ന മൊഴികൾ എന്താണെന്ന് ആർക്കും ലഭിക്കില്ല. ഇന്നലെ സംസാരിച്ചപ്പോഴും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ ഇവരുടെ കയ്യിൽ ഈ ഡോക്യുമെന്റുകൾ ഒന്നും ഇല്ലെന്നാ. അത് ലഭിക്കില്ലെന്ന്. അങ്ങനെ നിയമപരമായി കൊടുക്കാൻ അവിടെ ബാധ്യതയില്ല. കൊടുക്കാൻ ബാധ്യതയുള്ള എന്താണെന്നറിയാവോ? ഇതിന്റെ വിധി വന്നാൽ, വിധി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു കോപ്പി എഴുതപ്പെട്ട ഒരു കോപ്പി കോടതിയുടെ രജിസ്ട്രാർ ഇവർക്ക് കൊടുക്കും. ഈ പറയുന്ന പ്രതിഭാഗത്തിനും ബാധിഭാഗത്തിനും, പിന്നെ ഒരു വിദേശിയാണെങ്കിൽ എംബസിക്കും കൊടുക്കും. പിന്നീട് നമുക്ക് ലഭിക്കുന്ന ഏകരേഖ എന്ന് പറയുന്നത്, ഇവർ അപ്പീൽ പോയിട്ടുണ്ടെങ്കിൽ രേഖാമൂലം ആവശ്യപ്പെട്ടാൽ അപ്പീലിന്റെ കോപ്പി കൊടുക്കും. അല്ലാതെ അവിടെ നടന്ന എന്താണ് ഇവരുടെ കുറ്റസമ്മതം, ഇവർ കുറ്റം സമ്മതിച്ചു എന്ന് ഇദ്ദേഹം പറയുന്നു. അവർ പറഞ്ഞു എന്ന് പറയുന്നത് ഓഡിയോ ക്ലിപ്പിനെ സംബന്ധിച്ചുള്ള സംശയം ഞാൻ ആദ്യം പറഞ്ഞു. എന്ത് തെളിവാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്? ആ കോടതി വ്യവഹാരം സാക്ഷികൾ എന്താണ് പറഞ്ഞത് നമുക്കറിയുമോ? ഏതെല്ലാം ശാസ്ത്രീയ തെളിവുകൾ സമർപ്പിച്ചു നമുക്കറിയുമോ? ആ കോടതിയുടെ വാദപ്രതിവാദം എന്താ നമുക്കറിയുമോ? അതിന് മിനിറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു രേഖയും നമ്മുടെ കയ്യിലില്ല. ഇദ്ദേഹം പറയുന്ന മുഴുവൻ അവകാശവാദങ്ങളും ജയിലിൽ നിന്നൊരു കുറ്റവാളി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഡെത്ത് റോയിൽ കിടക്കുന്ന ഒരാളുടെ ഫോൺ കോളിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതാണ്. അത് 100% സെൻസർഡ് ആയിരിക്കാനുള്ള സെൻസർ ചെയ്യപ്പെട്ടതായിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരിക്കും. അതിനെ ആധാരപ്പെടുത്തി സ്വതന്ത്രമായി സംസാരിക്കാൻ ഇവർക്ക് നമ്മുടെ മുമ്പിൽ കിട്ടാത്തിടത്തോളം കാലം അതിനെ ആധാരപ്പെടുത്തിക്കൊണ്ട് സീതമണിക്കെത്തുന്ന ഒരു നിഗമനമാണ്, ഇതൊരു നിഗമനമാണ്. ഞാൻ അവരുടെ കൂടെ അവർ ശിക്ഷയ്ക്ക് അർഹയാണെന്ന് പറയുന്നത്. ആ ശിക്ഷയിൽ പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് ആ ഓഡിയോ ഒരുപാട് ആളുകളെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അവരുടെ തന്നെ ശബ്ദത്തിൽ അവരിത് പറയുന്നത് കേൾക്കുകയാണല്ലോ നമ്മള്. അപ്പൊ ഇവര് ഇത്രയും ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ ഞാനും ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞല്ലോ, മറ്റൊരു രാജ്യത്തെ ഓട്ടോ വാമ്പയർ എന്ന് പറയുന്ന ആള് കുറ്റസമ്മതം നടത്തി വീഡിയോ ഉണ്ട് നെറ്റില്. ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു, ക്ഷമിക്കണമെന്ന് പറഞ്ഞ്. ആ തെറ്റ് അവിടുത്തെ ശിക്ഷ, അവിടുത്തെ നിയമപ്രകാരം ഗൗരവമായ തെറ്റാണ്. കാരണം ഇദ്ദേഹം ഒരു ഫോട്ടോ എടുത്തുള്ളതാണ്. ഇദ്ദേഹം താമസിച്ച ഹോട്ടലിലെ ആ രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു ഫോട്ടോ എടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം. അതിന് ഓർത്ത് ഒരു ഗൗരവമായ തെറ്റാണ്. അത് ഗവൺമെന്റിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എടുക്കരുത്. കാരണം തനിയെ പുറത്തു പോകാൻ പാടില്ല, അങ്ങനെ വളരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ടൂറിസ്റ്റിന്. അതിന് വിഘാതമായി ഇദ്ദേഹം പ്രവൃത്തി ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന വീഡിയോ ഉണ്ട്. അത് 2 വിലം വിട്ട് അപ്പുറം പോലീസുകാരൻ വെച്ചിട്ടുണ്ട്. അപ്പോ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആളുടെ കുറ്റസമ്മതം, നമ്മുടെ നാട്ടിൽ പോലും കസ്റ്റഡിയിൽ ഇരിക്കുന്ന കുറ്റസമ്മതം കോടതി അംഗീകരിക്കുന്നില്ല. അവർക്ക് നിഷേധിക്കാൻ കോടതി വരുമ്പോൾ, കാരണം ഇവർ വളരെ റെസ്ട്രിക്റ്റഡ് ആയ, ലോയറിന് പോലും ആക്സസ് ഇല്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ കുറ്റസമ്മതം നടത്തിയത്. അങ്ങനെ പറഞ്ഞതുമാകാം ഇത്. അങ്ങനെ പറഞ്ഞതാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ നമ്മൾ ഒരു അവകാശവാദവും മുന്നോട്ട് നമ്മൾ ആകെ ചില സംശയങ്ങൾ. ഇദ്ദേഹം എത്തിച്ചേർന്ന 2 കാര്യങ്ങളാണ്. ഇദ്ദേഹം എത്തിച്ചേർന്ന നിഗമനങ്ങൾക്ക് ആധാരമായ വസ്തുതകൾ ഇദ്ദേഹത്തിന്റെ കയ്യിലില്ല. അങ്ങനെയാണ് നിഗമനങ്ങൾ എത്തിച്ചേർന്നത്. ആ നിഗമനങ്ങൾ പ്രാകൃതമാണ്. അദ്ദേഹത്തിന്റെ നീതിബോധം പ്രാകൃതമാണ്, ഗുഹാതല മനുഷ്യൻ്റെതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിപ്പോൾ പറയേണ്ട പ്രസക്തി എന്താ? ഇദ്ദേഹത്തിന്റെ ആരാണത്?
ആരുമല്ല. ഇപ്പോൾ അത്തരത്തിലുള്ള നിലപാടെടുക്കേണ്ട ഒരു പ്രസക്തിയുമില്ല. ഈ സമൂഹത്തിൽ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ, ഇല്ലെന്നുണ്ട് അതിന് ഇളവ് ചെയ്തു കൊടുക്കാൻ നിയമപരമായ പ്രൊവിഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിൽ ഇടപെടുന്ന കുറച്ച് മനുഷ്യർ ഇടപെടുന്നു. താല്പര്യമില്ലാത്തവർ അവർ ഇതിനെ സംബന്ധിച്ച് ഒരു എതിർ പ്രചരണം കൊടുത്തുകൊണ്ട് അതിനെ പബ്ലിക്കിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാകുന്ന രീതിയിൽ പറയേണ്ടതായി യാതൊരു പ്രസക്തിയുമില്ല. ഇദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല, ഒരു കോടതിയിലും പ്രസക്തിയില്ല. ഈ നിമിഷപ്രിയയുടെ വിഷയത്തിൽ സജിയുടെ നീതിബോധം എന്താണ്? നിമിഷപ്രിയയുടെ കാര്യത്തിൽ നല്ല, ലോകത്തിൽ ഏത് വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞാലും ഞാൻ വധശിക്ഷയ്ക്ക് അനുകൂലമല്ല. വധശിക്ഷ പാടില്ല, കാരണം അത് ശിക്ഷയല്ല എന്നുള്ളതാണ്. എക്സിക്യൂഷൻ ഈസ് നോട്ട് ആൻ ആൻസർ. കേരളത്തിലെ കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര അതിക്രൂരമായി പീഡിപ്പിക്കുന്ന കേസുകൾ വരുമ്പോ ഭയങ്കര വൈകാരികമായിട്ട് പിന്നെ മുറവിളി വരാനുണ്ടല്ലോ, ഇവരെ നിപ്പില് തലവെട്ടി കളയണം, കൊന്നു കളയണം, വധശിക്ഷ വേണം എന്നുള്ളതൊക്കെ. അപ്പൊ അത്തരം കേസുകളിലും സജി ഈ വധശിക്ഷയ്ക്ക് ഞാൻ എതിരാണ് എന്ന സ്റ്റാൻഡിൽ തന്നെയാണോ നിക്കാറി? ഏത് തരം കുറ്റത്തിനും, എത്ര ഹീനമായ കുറ്റത്തിനും. ഇപ്പൊ ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞു, നോർവേയിൽ 77 പേരെ കൊന്നൊരു ഭീകരനാണ്. അവിടെ 21 വർഷത്തിനുള്ളിൽ ശിക്ഷ വിധിക്കാൻ കഴിയില്ല. അത്തരം നിയമ സംവിധാനത്തെ ഞാൻ ആദരിക്കുന്നു, ഞാൻ ബഹുമാനിക്കുന്നു. അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ ഈ 21 വർഷത്തെ ഇയാൾ ജയിലിൽ കിടന്നതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അവിടെ. വധശിക്ഷയ്ക്ക് ഒരിക്കലും വിധിക്കാൻ പറ്റില്ല. ഈ 21 വർഷത്തിന് തൊട്ട് മുൻപ് ഈ ജയിൽ വാർഡനും ജയിലിലെ സ്റ്റാഫും കൂടി റിപ്പോർട്ട് ഇദ്ദേഹത്തിന്റെ മജിസ്ട്രേറ്റിന് അയക്കും. റീഫോം ചെയ്യപ്പെട്ടോ, ഇദ്ദേഹം ആ സമയത്തുണ്ടായിരുന്ന ഇദ്ദേഹത്തെ ജീവിത രീതി എങ്ങനെ ഉണ്ടായിരുന്നു, ഇദ്ദേഹം ഒരു പുതിയ മനുഷ്യനാണ്, ഇയാളെ തുറന്നു വിട്ടാൽ സമൂഹത്തിന് വീണ്ടും ആപത്താണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് അയക്കും. ആ റിപ്പോർട്ടിന് പ്രകാരം ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു 5 വർഷം കൂടി തടവ് നീട്ടിക്കൊടുക്കാം. ആ 5 വർഷം തുടർന്ന് മരിക്കുന്നവരത്തേന് വേണമെങ്കിൽ നീട്ടാം. അപ്പൊ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറക്ഷൻ സെന്റർ ആണ് ജയിലുകൾ. അതായത് ഇദ്ദേഹത്തെ മറ്റു മനുഷ്യനാക്കി സമൂഹത്തോട് തുറന്നു വിടുക എന്നുള്ള, ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിപ്പോയ മനുഷ്യനെ അവസാനിപ്പിക്കുക. സ്റ്റേറ്റ് പ്രതികാരം ചെയ്യാൻ പാടില്ല. തിരിച്ചു കൊല്ലുക എന്ന് പറഞ്ഞ പ്രതികാരമാണ്. അത് ചെയ്യാൻ പാടില്ല എന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ശരിയാ നിയമത്തിലും അത് തന്നെയാണെന്ന് പറയുന്നത്. 6-ാം നൂറ്റാണ്ട് നിയമം എന്ന് പറഞ്ഞ് പലരും അപഹസിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോലും അതിനകത്ത് പ്രൊവിഷൻ ഉണ്ട്. അന്നേ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ കൊല്ലാതിരിക്കുന്നതിന് വേണ്ടി വീട്ടുകാർക്ക് മാപ്പ് കൊടുക്കാം. അതാ അവിടുത്തെ രീതി. നമ്മുടെ അടുത്താണ് നമ്മുടെ പ്രസിഡന്റ് മാപ്പ് കൊടുക്കാം. മറ്റു ഈ വധശിക്ഷ നിർത്തലാക്കിയിരിക്കുന്ന രാജ്യങ്ങളിൽ അതിനുവേണ്ടി യുണൈറ്റഡ് നേഷൻസ് മൊറട്ടോറിയം ഇറക്കിയിട്ടുണ്ട്. മൊറട്ടോറിയം ഓൺ ക്യാപിറ്റൽ പണിഷ്മെന്റ്സ്. അത് നെറ്റിലുണ്ട്, അത് വായിച്ചു നോക്കണം. അതൊക്കെയാണ് പുരോഗമിച്ച മനുഷ്യന്റെ നിലപാടുകൾ. ഒരു വ്യക്തി കുറ്റം ചെയ്യുന്നതിന് സാമൂഹ്യമായ ഒരു ഘടകമുണ്ട്. നമ്മുടെ നാട്ടിൽ ജയിലിൽ കിടക്കുന്നതിൽ സമ്പന്നന്മാരായ ഉയർന്ന ജാതിക്കാരായ എത്ര പേർ തൂക്കി കൊല്ലപ്പെട്ടിട്ടുണ്ട്, എത്ര പേർ ജയിലിൽ കിടപ്പുണ്ട്, എത്ര പേർ കുറ്റകൃത്യത്തിലൂടെ നീങ്ങുന്നുണ്ട്. അതിന് സാമൂഹ്യമായ ഒരു എലമെന്റ് ഉണ്ട്. അതിന് മുഴുവൻ ശിക്ഷയും ഒരു വ്യക്തിക്ക് താങ്ങാവുന്നതല്ല. ഒരു കുറ്റവാളിയെ ഒരു മനുഷ്യൻ ജനിക്കുകയല്ല ചെയ്യുന്നത്. അങ്ങനെ ബോൺ ക്രിമിനൽസ് അപൂർവമുണ്ട്. അവരെയൊക്കെ മരണം വരെയും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇപ്പൊ പീഡോഫില് ചോദിച്ചൊരു നല്ല ചോദ്യമാണ്. പീഡോഫില് ഞാൻ വിചാരിക്കുന്ന അവരെ മരണം വരെയും മാറ്റുന്നത്, അവരെയും കൊന്നുകളയുക എന്നുള്ളതല്ല. ചികിത്സ ഭേദമാക്കാൻ പറ്റാത്തതായ മനോരോഗികളായിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ മാറ്റി നിർത്തുക തന്നെ വേണം. പക്ഷെ അവരെയും കൊന്നുകളയുക എന്നുള്ളത്, സ്റ്റേറ്റ് കൊന്നുകളയാൻ പാടില്ല ഒരു വ്യക്തിയെ. അതൊരു പ്രതികാരമാണ്. മൂന്നാമതും ഇറങ്ങിയിട്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്നുണ്ട്. അതാണ് പ്രശ്നം. ഒരു പ്രാവശ്യം ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്നു, രണ്ടാമതും അടുത്ത കുട്ടിയെ കൊല്ലുന്നു, വീണ്ടും പോകുന്നു, തിരിച്ചു വരുന്നു. അതിനകത്ത് നമ്മുടെ നിയമത്തിനുള്ള പ്രൊവിഷൻ വെച്ചിട്ടാണ് ഇവർ പുറത്തിറങ്ങി. ഇപ്പൊ നമ്മുടെ നിർഭയ കേസ് 3 പേര് തൂക്കേറിലോട്ട് പോയപ്പം അവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച്, അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചു എന്ന് പറയുന്ന വ്യക്തി 3 വർഷം കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങി, ഫ്രീലി പുറത്തു പോകുന്നു. എന്താ കാരണം? നമ്മുടെ നിയമം അനുവദിക്കുന്നുള്ളൂ. ഒരു ജൂവനൈൽ കോർട്ടിൽ ഒരു കേസ്, അതായത് ഒരു കുട്ടി കുറ്റവാളി എങ്കിൽ അവർക്ക് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ കൊടുക്കാൻ നമ്മുടെ നിയമമുള്ളൂ. അപ്പൊ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഒന്നുകിൽ ഈ 16 വയസ്സെന്ന് പറയുന്നത് നമ്മൾ കുറയ്ക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വിവരം കൂടിയിട്ടുണ്ട്, എക്സ്പോഷർ കൂടിയിട്ടുണ്ട്, അവർ വെൽ കണക്റ്റഡ് ആണ്. അവർ ഒരു കുട്ടി എന്ന് പറയുന്നതിന്റെ പ്രായപരിധി വേണേൽ കുറയ്ക്കാം. അത് നമ്മുടെ നിയമ സംവിധാനം ചെയ്യണം. പക്ഷെ അതിനില്ലാത്തത്തോളം കോർട്ടിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. എഴുതപ്പെട്ട നിയമം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കാനേ പറ്റൂ. അദ്ദേഹം ഇറങ്ങിപ്പോരുന്നത് അങ്ങനെയാണ്. പിന്നെ ഈ 3 വർഷം എന്നുള്ളത് വേണമെന്നുള്ളത് കൂടുതൽ ദീർഘകാലത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ഈ ചെയ്യുകയല്ലാതെ ഗോവിന്ദസ്വാമിയൊക്കെ ജയിലിൽ കിടന്നിട്ടേ പുള്ളിയുടെ രൂപമാറ്റത്തെ കുറിച്ച് നമ്മൾ നിരന്തരം കുറിപ്പുകൾ വായിക്കാറുണ്ട്, വെളുത്തു, തുടുത്തു, തടിച്ചു എന്നൊക്കെ. പക്ഷെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെയുള്ള ജയിലുകളിലെ സൗകര്യങ്ങളെ കുറിച്ച് അതേസമയം മറുവശത്ത് ഭയങ്കര എത്ര സൗകര്യങ്ങളുള്ള ജയിലുകളാണല്ലേ സ്കാൻഡിനേവിയ. അതിന്റെ കാരണം എന്താണ്? അവിടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ജയിലുകളിലെ ഒന്നാമത്തെ പ്രത്യേകത 50% ജീവനക്കാർ സ്ത്രീകളായിരിക്കണമെന്ന് നിയമമുണ്ട് അവിടെ. കാരണം ഒരു ഹോംലി ഫീലിംഗ് ഉണ്ടാകും. ഇയാൾ മനുഷ്യനാക്കാന്നുള്ളതാണ് ജോലി. ഇയാളെ വീണ് കുറ്റവാളിയെ പുറത്തു വിടുക, ഇയാളെ നികൃഷ്ടനായി കരുതുമല്ല. ഇതൊരു രോഗം പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതിനകത്ത് സൊസൈറ്റിക്ക് ഒരു പങ്കുണ്ടെന്ന് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇയാളെ റീഫോം ചെയ്യേണ്ട സൊസൈറ്റി ഉത്തരവാദിത്തമാണ്. അതുപോലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ജയിലുകളിൽ, പ്രത്യേകിച്ച് നോർവേയുടെ ജയിലുകളിൽ യാതൊരുവിധ ആയുധങ്ങളും ഈ ജയിൽ വാർഡന്മാർ കയ്യിൽ കൊണ്ടുവരാൻ പാടില്ല. അവിടുത്തെ കിച്ചണിൽ സ്പൂണുകളിൽ നൈഫുകളും ഉണ്ട്.
ഇവർക്ക് ഇന്റർനെറ്റ് ഉണ്ട് എന്ന് പറയാൻ എല്ലാ സൈറ്റുകളും വിസിറ്റ് ചെയ്യുന്നതിന് ലിമിറ്റഡ് ഇവരുടെ മുറികളിൽ ഇന്റർനെറ്റ് ഉൾപ്പെടുന്ന കമ്പ്യൂട്ടർ ഉണ്ട്. ഇവരെ എഡ്യൂക്കേറ്റ്, അതിനകത്ത് മതപഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളോ, മതപഠനം എന്ന് പറയുന്നത് അവിടെ മതത്തിന് പ്രത്യേകത ഇല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലൈബ്രറി ഉണ്ട്, അതിന്റെ സൈറ്റുകൾ വിസിറ്റ് ചെയ്യാം, വാർത്തകൾ അറിയാം. അങ്ങനെ ഈ മനുഷ്യനെ വീണ്ടും സൊസൈറ്റി കൊള്ളാവുന്ന ഒരാളാക്കി പുറത്തു വിടുക എന്നുള്ളതാണ് ജയിലിന്റെ ദൗത്യം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ജയിൽ എന്ന പ്രയോഗം എന്ന് ഉപയോഗിക്കാറില്ല പരിഷ്കൃത രാജ്യങ്ങൾ. കറക്ഷൻ സെന്റേഴ്സ് ആണ് പറയുന്നത്, പണിഷ്മെന്റ് എന്ന് പറയാറില്ല. ഇത് പണിഷ് ചെയ്യാൻ നമുക്ക് അധികാരമില്ല, അതിന് കറക്റ്റ് ചെയ്യുക, അതുവരത്തേനും അപകടമെങ്കിൽ മാറ്റി നിർത്തുക. ഇതാണ് എന്റെ ഈ വിഷയത്തെ കുറിച്ചുള്ള നീതിബോധം. ഒരു സർക്കാരിനും ഒരു വ്യക്തിയെ കൊല്ലാനുള്ള അധികാരമുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല. അതിന് ഞാൻ എതിരാണ്, വധശിക്ഷയ്ക്കെതിരാണ്. അതിനിപ്പോ എന്നോടാണെന്നോ എന്റെ കുടുംബത്തിനോടാണെന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ യേസ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ള. ഈ ഇങ്ങനെ ചോദിക്കുമല്ലോ, ഇപ്പം സജിയുടെ മോനെ ആയിരുന്നു നിമിഷപ്രിയ, എന്റെ മോനെ ആയിരുന്നു, എന്റെ അച്ഛനെ ആയിരുന്നു, അല്ലെങ്കിൽ എന്റെ സഹോദരനെ ആയിരുന്നു കൊന്നത് എന്ന് ചോദിച്ചാൽ എന്റെ മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ. നിമിഷപ്രിയയുടെ സ്ഥാനത്ത് നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ പെങ്ങളോ ആണെങ്കിൽ എന്റെ നിലപാടിലാണ് ഇവിടെ വെറുതെ വിടുന്നുള്ളതാണ്. ഇവിടെ വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യമില്ല, നമ്മുടെ നിലപാടാണ് പ്രധാനപ്പെട്ടത്, ആരെ എന്നുള്ളതല്ല. എന്റെ ആരുമല്ലല്ലോ അവർ, ഞാൻ ഇവിടെ കണ്ടിട്ടില്ല, കാണാനും പോകുന്നില്ല. ഈ അബൂബക്കർ മുസ്ലിയാർ ആരാണവർ? സ്വമതമല്ല, അവരെ അറിയില്ല കാര്യങ്ങളെ കുറിച്ച്. പക്ഷെ അപ്പോഴും അവിടെയാണ് നമ്മളൊരു യൂണിവേഴ്സൽ ആയ ഒരു മനുഷ്യനായി, നമ്മളൊരു ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനായി, സ്നേഹമുള്ള മനുഷ്യനായി, മനുഷ്യനോട് സ്നേഹമുള്ള ഒരു മനുഷ്യനായി നമ്മൾ മാറുന്നപ്പോഴാണ് നമ്മൾ പുരോഗമിച്ച മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു തരത്തിലും അറിയില്ലാത്ത, ഒരു സത്യാവസ്ഥയും അറിയാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലും ഒരാൾക്ക് കിട്ടുന്ന വധശിക്ഷയിൽ സന്തോഷിക്കുന്നത് പ്രാകൃതമാണ്, കിരാതമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഗുഹാതല മനുഷ്യനിൽ നിന്ന് പുരോഗമിക്കാത്ത മനുഷ്യന്റെ നീതിബോധമാണ്. Sense of justice is not at all universal.